നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. പ്രൈം ഡിബേറ്റ് പാനലിസ്റ്റുകളിലേക്കും ചർച്ചയിലേക്കും കടക്കുന്നതിന് മുൻപ് ചർച്ചയ്ക്ക് ആധാരമായിട്ടുള്ള വിഷയത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ മിനിറ്റുകളിൽ വരുന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. പനിയെ തുടർന്നാണ് നെയ്യാറ്റിൻകര നിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേർന്നു. ഡാൻ, ഇന്നലെ അദ്ദേഹം വീഡിയോ സന്ദേശം എല്ലാവർക്കുമായി നൽകിയതാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട്. അതിനുശേഷം അദ്ദേഹത്തിന്റെ അനിയൻ മാധ്യമങ്ങളെ കാണുന്നു, ചികിത്സ നിഷേധിക്കപ്പെടുന്നു എന്നുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, പരാതി മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തുന്നു. അത്തരം ചില വിഷയങ്ങൾക്ക് ശേഷമാണ് വൈകുന്നേരം അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നത്. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില? അപർണ, ആശങ്കപ്പെടേണ്ടതൊന്നും ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇല്ല എന്നാണ് നമുക്ക് നിംസ് ആശുപത്രിയുമായി ബന്ധപ്പെടുമ്പോൾ ലഭ്യമാകുന്ന വിവരം. അതായത് അദ്ദേഹത്തിന് അസുഖബാധിതനായി അദ്ദേഹം ഏറെ നാളായി ചികിത്സയിലായിരുന്നു. പക്ഷേ ആ അസുഖവുമായി ബന്ധപ്പെട്ടല്ല അദ്ദേഹത്തെ ഇപ്പോൾ നെയ്യാറ്റിൻകരയിലെ നിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. പനിയുടെ ലക്ഷണങ്ങൾ കാണിച്ചതിനെ തുടർന്ന് അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ നിംസ് ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിന്റെ ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ട് ജർമ്മനിയിൽ നടന്ന ലേസർ ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ ബംഗളൂരുവിലാണ് അതുമായി ബന്ധപ്പെട്ട തുടർ ചികിത്സകൾ നടന്നുകൊണ്ടിരുന്നത്. ആ തുടർ ചികിത്സകൾ കണ്ടിന്യൂ ചെയ്യുന്നതിൽ കുടുംബാംഗങ്ങളുടെ ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിച്ചു എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ അലക്സ് ചാണ്ടി അടക്കമുള്ള മറ്റ് ബന്ധുക്കൾ രംഗത്തെത്തിയത്. അവർ പരസ്യമായ പ്രതികരണം നടത്തിയതിനൊപ്പമാണ് മുഖ്യമന്ത്രി ഓഫീസിലേക്ക് പരാതി കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന്മേൽ സർക്കാർ അടിയന്തരമായ ഒരു ഇടപെടൽ നടത്തിയേക്കും. അങ്ങനെയാണെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യനില പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്കായി ഒരു മെഡിക്കൽ ബോർഡിന് രൂപം നൽകിയേക്കുമെന്ന സൂചനകൾ ഉണ്ട്. വൈകാതെ തന്നെ അതിന്മേൽ ഒരു ധാരണയിൽ എത്തും സർക്കാർ എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. എന്തായാലും നിലവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് നെയ്യാറ്റിൻകരയിലെ നിംസ് ആശുപത്രിയുടെ ഭാഗത്ത് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഡാൻ കുര്യൻ വിവരങ്ങൾ നൽകിയത്. നേരത്തെ ഉമ്മൻചാണ്ടിയുടെ സഹോദരൻ അലക്സ് ചാണ്ടി അദ്ദേഹത്തിന് ചികിത്സ നിഷേധിക്കപ്പെടുന്നു എന്ന ആരോപണവുമായി വരികയും അത് മാധ്യമങ്ങളിലൂടെ പുറത്തെത്തുകയും വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾക്ക് ഇടവരുത്തുകയും ചെയ്തതിന് തൊട്ടുപിറകെയാണ് ഉമ്മൻചാണ്ടിയെ നെയ്യാറ്റിൻകര മിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. കേരള സമൂഹത്തിൽ മറ്റൊരു മകനും ഉണ്ടാവാതിരിക്കട്ടെ. കേരളത്തിന്റെ സമുന്നതനായ നേതാക്കളിൽ മുൻനിരയിലാണ് മുൻ മുഖ്യമന്ത്രിയാണ് ശ്രീ ഉമ്മൻചാണ്ടി. അങ്ങനെയൊരു നേതാവിന് ചികിത്സ നിഷേധിക്കപ്പെടുന്നു എന്ന ആരോപണം ഉയരുന്നത് പോലും കേരളത്തിന് അഭിമാനകരമായ ഒന്നേയല്ല. ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് പുറത്തുനിന്നുള്ള ആരുമല്ല, അദ്ദേഹത്തിന്റെ സ്വന്തം സഹോദരനാണ്. സഹോദരനടക്കം 42 ബന്ധുക്കളുടെ നിവേദനം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മുന്നിലുമാണ്. മകനും ഭാര്യയും അടക്കമുള്ളവർ തുടർ ചികിത്സ നൽകുന്നില്ല എന്ന പരാതിക്ക് പുറമെ ഇതിൽ പ്രാർത്ഥനാ സംഘങ്ങളുടെ ഇടപെടലടക്കം ഉണ്ടാകുന്നുവെന്ന് ആരോപിക്കുന്നു സഹോദരൻ അലക്സ് ചാണ്ടി. കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വം എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? ആ ഇടപെടലിൽ അനാവശ്യമായ അവധാനതയാണോ നേതാക്കൾക്കുള്ളത്? ഈ വിഷയത്തിൽ രാഷ്ട്രീയ കേരളം ഇടപെടേണ്ടതല്ലേ? പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. സ്വാഗതം. ചർച്ചയിൽ നമുക്കൊപ്പം ചേരും ഇടത് സഹയാത്രികനായ ശ്രീ പ്രേംകുമാർ, മാധ്യമപ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ്, കോൺഗ്രസ് നിരീക്ഷക കൂടിയായ സാമൂഹ്യ പ്രവർത്തക ബെറ്റിമോൾ മാത്യു എന്നിവർ. ആദ്യം ENT വിദഗ്ധൻ ഡോക്ടർ ശങ്കർ മഹാദേവനിലേക്ക് പോകുന്നു. പ്രൈം ഡിബേറ്റ്. ഡോക്ടർ, തുടർ ചികിത്സ വൈകപ്പെടുന്നു എന്നുള്ളൊരു ആരോപണം ഉന്നയിക്കപ്പെടുന്നുണ്ട്. അത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ സഹോദരൻ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉന്നയിച്ചതാണ്. അതൊരു വിവാദത്തിലേക്ക് എത്തുന്നു. അതിനപ്പുറത്തേക്ക് ആരോഗ്യ മേഖലയിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? നമസ്കാരം അപർണ. ഞാനിതിൻ്റെ ശാസ്ത്രീയ വശം മാത്രം സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സ്വരപേടകത്തിലെ ക്യാൻസർ എന്ന് പറയുന്നത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ശരീരത്തിലുണ്ടാകുന്ന ക്യാൻസറുകളിൽ വെച്ച് വളരെ നല്ല സക്സസ് റേറ്റ് ഉള്ള ഒരു ക്യാൻസറാണ് സ്വനപേടകത്തിലെ ക്യാൻസർ എന്ന് പറയുന്നത്, CA ലാരിങ്സ് എന്ന് പറയുന്നത്.
ഏത് ക്യാൻസറും എപ്പോഴും അതിന്റെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് ഏർലി ഡിറ്റക്ഷൻ, നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതും ഏർലി ഇന്റർവെൻഷൻ, നേരത്തെ തന്നെ അതിന്റെ ചികിത്സ തുടങ്ങുക എന്നുള്ളതും വെച്ചിട്ടാണ്. നേരത്തെ കണ്ടുപിടിക്കപ്പെടേണ്ട ഒരു ക്യാൻസർ തന്നെയാണ് സ്വരപേടകത്തിലെ ക്യാൻസർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് ശബ്ദം. ശബ്ദത്തിൽ ചെറിയ വ്യത്യാസം പോലും നമ്മളെ പലപ്പോഴും അലോസരപ്പെടുത്തും. അപ്പം സ്വാഭാവികമായും ശബ്ദത്തിലൊരു ചെറിയ മാറ്റം വന്നു. പ്രത്യേകിച്ച് ശബ്ദം കൊണ്ട് ജീവിക്കുന്നവരായിട്ടുള്ള പ്രൊഫഷണൽസ്, അത് ആരും ആയിക്കോട്ടെ, പൊളിറ്റീഷ്യൻസ് ആയിക്കോട്ടെ, തിയേറ്റർ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, ആങ്കേഴ്സ് ആയിക്കോട്ടെ, അഡ്വക്കേറ്റ്സ് ആയിക്കോട്ടെ, എല്ലാവർക്കും ശബ്ദം വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ശബ്ദത്തിലെ നേരിയ വ്യത്യാസം പോലും ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രോബബ്ലി വേണേൽ ഒരു 4-5 ദിവസം നമുക്കൊരു തൊണ്ടയിൽ ഇൻഫെക്ഷൻ വന്നാൽ, ഒരു ത്രോട്ട് ഇൻഫെക്ഷൻ വന്നാൽ, ലാരിങ്സിൽ ഒരു ഇൻഫെക്ഷൻ വന്നാൽ നമ്മൾ വെച്ചിരിക്കും. അത് കഴിഞ്ഞാൽ തീർച്ചയായും അതിൽ കൂടുതൽ ശബ്ദത്തിന് വരുന്ന വ്യത്യാസം നമ്മൾ എന്തായാലും കാണിക്കും, ഡോക്ടറെ കാണിക്കും. ഒരു 1-2 ആഴ്ചക്കുള്ളിൽ മാറില്ല ഒരു ENT സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുക സ്വാഭാവികം. അദ്ദേഹം കണ്ടു കഴിഞ്ഞാൽ ഒരു തൊണ്ടയുടെ ലാരിങ്സ് കാണാൻ വേണ്ടിയിട്ട് ഒരു എൻഡോസ്കോപ്പി എടുത്ത് നോക്കും. അതാണ് അതിന്റെ സ്വാഭാവികമായ പ്രക്രിയ എന്ന് പറയും. അപ്പോൾ ഈ CA ലാരിങ്സ് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. CA എന്ന് പറയുന്നത് ഉദ്ദേശിച്ചത് കാസിനോമ എന്നുള്ളതാണ്. ലാരിങ്സ് സ്വനപേടകത്തിലെ ക്യാൻസറിനെ കുറിച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഇത് ഏതാണ്ട് അതിന്റെ ഇൻസിഡൻസ് 3 തൊട്ട് 6% വരെ ഇന്ത്യയിൽ അതിന്റെ ഇൻസിഡൻസ് മൊത്തം ക്യാൻസറുകളിലുണ്ട്. നല്ല വണ്ണം ഏളി നേരത്തെ തന്നെ കണ്ടുപിടിക്കപ്പെടുകയാണെങ്കിൽ ഏതാണ്ട് സ്റ്റേജ് 1 ക്യാൻസറിൽ 83% തന്നെ അതിന് സക്സസ് റേറ്റ് ഉള്ളത്. അതായത് 100 പേരെ ചികിത്സിക്കുമ്പോൾ 83% ആൾക്കാർ 5 ഇയർ സർവൈവൽ, 5 വർഷത്തെ സർവൈവൽ നോക്കുമ്പോഴത്തേക്ക് അതിനുണ്ടാവുന്നു എന്നുള്ളതാണ്. ഇനി അത് സ്റ്റേജ് 2 പോവുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ഒന്ന് കുറയും, ഏതാണ്ട് 75%, 72% വരുന്നു. സ്റ്റേജ് 3 പോകുന്ന സമയത്ത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് സ്റ്റേജിലോട്ട് പോകുമ്പോഴും അത് ഒരു 60% നിൽക്കുന്നു എന്നുള്ളതാണ്. സ്റ്റേജ് 4, അതായത് അത് ലാരിങ്സിന്റെ സ്വനപേടകത്തിന്റെ പുറത്തേക്ക് പോകുമ്പോൾ അതിന്റെ കാർട്ടിലേജ് ഒക്കെ ഇൻവോൾവ് ചെയ്ത് അത് പുറത്തേക്ക് വരുന്ന സമയത്ത് അപ്പോഴും അതിന്റെ സക്സസ് റേറ്റ് ഏതാണ്ട് 48% അതിന്റെ സക്സസ് റേറ്റ്, അതായത് സക്സസ് റേറ്റ് 5 ഇയർ സർവൈവൽ റേറ്റ്, സക്സസ് റേറ്റ് എന്നുള്ളതിനെക്കാട്ടി 5 ഇയർ സർവൈവൽ റേറ്റ്, ജീവിച്ചിരിക്കാൻ 5 വർഷമെങ്കിലും ജീവിച്ചിരിക്കാനുള്ള സാധ്യത, അത് 48% സ്റ്റേജ് 4 പോലും ഉണ്ട്. ഞാനത് സൂചിപ്പിച്ച് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ CA ലാരിങ്സ് സ്വനപേടകത്തിലെ ക്യാൻസർ ഏറ്റവും സക്സസ് റേറ്റ് ഉള്ള ഒരു ക്യാൻസറുകളിൽ ഒന്നാണ്. അപ്പൊ ചോദിക്കാം, ഇതിനേക്കാൾ കൂടുതൽ സക്സസ് റേറ്റ് ഉള്ള ക്യാൻസറുകളില്ലേ? തീർച്ചയായും ഉണ്ട്. ശരീരത്തിൽ മറ്റു ഇപ്പോൾ ഉദാഹരണം ചില ബ്രസ്റ്റ് ക്യാൻസറുകൾ, ചില പ്രോസ്റ്റേറ്റ് ക്യാൻസറുകൾ, അതുപോലെ തന്നെ ഹോച്ച്കിൻസ് ലിംഫോമ, സ്കിന്നിൽ വരുന്ന മെലനോമ തുടങ്ങിയ ക്യാൻസറുകളൊക്കെ തന്നെ നല്ല സക്സസ് റേറ്റ് ഉള്ള ക്യാൻസറുകളാണ്. പക്ഷെ അതുപോലെ അതിന്റെ അത്രയും ഇല്ലെങ്കിൽ പോലും ഒരുവിധം നല്ല രീതിയിൽ സക്സസ് റേറ്റ് ഉള്ള ക്യാൻസറാണ് CA ലാരിങ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ, മറ്റതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ഒരു CA പ്രോസ്റ്റേറ്റോ മറ്റതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ചിലപ്പോൾ സമയം വൈകിയേക്കാം. പക്ഷെ ഇവിടെ നമ്മുടെ ശബ്ദത്തിൻ്റെതായതുകൊണ്ട് ചെറിയ നേരിയ വ്യത്യാസം വന്നാൽ പോലും നമ്മൾ കാണിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നേരത്തെ തന്നെ കണ്ടുപിടിക്കാനുള്ള സാധ്യതയും ഇവിടെ വളരെയേറെയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ട് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു വാക്ക് തന്നെ വളരെ നിഷിദ്ധമായിട്ടുള്ള ഒരു പ്രയോഗം പോലെ തോന്നും ആൾക്കാർക്ക്. അപ്പം ഇത് ശരിയായ ചികിത്സയിൽ എത്തിപ്പെടാത്തത് മൂലം പലപ്പോഴും ഇത് കാലക്രമേണ കുറച്ച് പോകുന്തോറും സ്റ്റേജുകൾ കൂടുകയും ഒരു സ്റ്റേജ് കഴിഞ്ഞ് ഡോക്ടർമാരുടെ അടുത്ത് എത്തിപ്പെട്ടിട്ട് കാര്യമില്ല. ഞാനൊരു ENT വിദഗ്ധനാണ്. ഈ പറഞ്ഞ പോലെ തന്നെ CA ലാരിങ്സ് അല്ലെങ്കിൽ ഇത് കാണുന്നതാണ്, ഡെയിലി ഇങ്ങനെയുള്ള രോഗികളെ കാണുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ രോഗികളെ കാണുന്നതും ഇത്തരം രോഗികൾ ചികിത്സയ്ക്ക് പോയി തിരിച്ചു വരുന്നത് കാണുന്നതും അപകടനില തരണം ചെയ്ത് കുറെ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ എന്റെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ, അനുഭവ പരിചയത്തിൽ ഞാൻ പറയുന്നു, ഇത് സ്വനപേടകത്തിലെ ക്യാൻസർ എന്ന് പറയുന്നത് വളരെ സക്സസ് റേറ്റ് ഉള്ളതായതുകൊണ്ട് നമുക്ക് ഓൾട്ടർനേറ്റീവ് സിസ്റ്റംസ് ഓഫ് മെഡിസിൻ പലപ്പോഴും സംഭവിക്കുന്ന ഈ മോഡേൺ മെഡിസിനിൽ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ഓപ്പറേഷൻ പറയും അല്ലെങ്കിൽ റേഡിയേഷൻ പറയും, അതോടുകൂടി തങ്ങളുടെ ജീവിതം തന്നെ അവതാളത്തിലാവും എന്നുള്ളൊരു വിശ്വാസം വെച്ച് എളുപ്പ ചികിത്സയുണ്ടോ എന്നുള്ള മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു സാധനം. അതായത് ഒറ്റമൂലി പ്രയോഗം, പെട്ടെന്ന് തന്നെ ഇത് മാറാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് എപ്പോഴും മനുഷ്യന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ അത് പ്രകാരം നമ്മൾ ഓൾട്ടർനേറ്റീവ് സിസ്റ്റത്തിലോട്ട് പല ഇതിലോട്ടും പോകുന്നു. നമ്മൾ ഈ അന്ധവിശ്വാസം, സയന്റിഫിക് അല്ലാത്ത രീതിയിൽ, ശാസ്ത്രീയമായിട്ടല്ലാത്ത രീതിയിൽ നമ്മൾ എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടും സാക്ഷരത ഉണ്ടെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ സാക്ഷരതയും ശാസ്ത്രബോധവും തമ്മിൽ പ്രത്യേകിച്ച് ഡോക്ടർ, ഞാനൊന്നുകൂടെ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കുന്നത്, ഒരു വലിയ ഒരു ഡ്യൂറേഷൻ ഇതിനകത്ത്, ഒരു വലിയ കാലതാമസം, കുറെ വർഷങ്ങളുടെ ഒരു കാലതാമസം, ഒരു ഡ്യൂറേഷൻ ഇതിന്റെ പ്രൊസീജിയറിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ചികിത്സകൾ ഒരു ലോങ് ഡ്യൂറേഷനിലാണ് നടക്കുന്നത് എന്ന് കരുതേണ്ട സാഹചര്യമുണ്ടോ?
ഞാൻ ഈ പർട്ടിക്കുലർ കേസിനെ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ട് പറയില്ല. കാരണം ഈ പറഞ്ഞ പോലെ ചികിത്സിക്കാൻ ഏത് ചികിത്സ തേടണം അല്ലെങ്കിൽ ഏത് ചികിത്സയാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളത് ഓരോ പൗരന്റെയും അവന്റെ അവകാശമാണ്. അല്ലെങ്കിൽ അവർക്ക് എന്ത് ചികിത്സ കൊടുക്കണം എന്നുള്ളത് അവരുടെ കുടുംബക്കാരുമായിട്ട് നിശ്ചയിച്ച കുടുംബക്കാർ പറയുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പർട്ടിക്കുലർ കേസിനെ കുറിച്ചിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ജനറലായിട്ട് ഞാൻ പറയാം, ഈ കാലതാമസം എപ്പോഴും ക്യാൻസർ ചികിത്സയിൽ ഒരു വലിയൊരു ഘടകമാണ്. കാരണം കാലതാമസം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് അത് ചികിത്സയുടെ റേറ്റ്, സക്സസ് റേറ്റ് എന്ന് പറയുന്നത് വല്ലാണ്ട് ചുരുങ്ങിപ്പോകും. ഈ കാലതാമസം ഉണ്ടാവാനുള്ള കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞു വരുന്നത്. ഈ പലപ്പോഴും ഈ മോഡേൺ മെഡിസിനിലേക്ക് വരാനുള്ള ഒരു പേടി, ഒരു ഭയം കൊണ്ട് മറ്റുള്ള ഓൾട്ടർനേറ്റീവ് സിസ്റ്റത്തിലോട്ട് പോകുന്ന സമയത്ത് അത് കുറെ കാലം അത്തരത്തിലുള്ള ചികിത്സാ രീതികൾ പിന്തുടർന്ന് വരികയും, കാരണം നമ്മളൊക്കെ ഇത് കാണുന്നതാണ്, ഡെയിലി പേഷ്യൻസിനെ കാണുന്ന. നമ്മളൊരു ബയോപ്സി എടുക്കും, പേഷ്യന്റിനെ ബയോപ്സി എടുക്കും, പോസിറ്റീവ് ആവും, പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പേഷ്യന്റ് പിന്നെ കുറെ കാലത്തേക്ക് പിന്നെ കാണില്ല. അപ്പം കാണാത്തവരും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്, ശരിയായി ചികിത്സിക്കുന്നവരും ഉണ്ട്, ഇല്ല എന്നല്ല. കാരണം നാട്ടിൽ നല്ലൊരു ശതമാനം അങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു ചെറിയൊരു ശതമാനം ആളുകളെങ്കിലും ഈ ശരിയായ ചികിത്സയിൽ നിന്ന്, കേട്ടതിൽ നിന്ന്, ഇവർക്ക് അപ്രാപ്യമായ ഒന്നുമല്ല, ഇത് നാട്ടിൽ കിട്ടുന്നതാണ്. എവിടെയും നമുക്ക് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇത്രയും ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും പ്രൈവറ്റിലാണെങ്കിലും ഒക്കെ ഇതിനുള്ള ചികിത്സയും സംവിധാനങ്ങളും ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊരു ഇത് കേൾക്കുന്ന സമയത്ത് ഇവർ പെട്ടെന്ന് അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയാണ്. ഇവരെ പിന്നീട് ചെന്ന് ലാൻഡ് ചെയ്യുന്നത് ഏതെങ്കിലും നാട്ടുവൈദ്യന്റെ അടുത്തോ അല്ലെങ്കിൽ പച്ചമരുന്നിന്റെ അടുത്തോ അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും കേട്ടുകേൾവിയുള്ള ഏതെങ്കിലും ഒരു ഊരിലോ ദേശത്തിലോ ഇങ്ങനൊരു ചികിത്സയുണ്ട് എന്ന് പറഞ്ഞ് അവിടെ എത്തിപ്പെടുകയാണ്. ആ സമ്പ്രദായം ഇവർ തുടരുന്നു. തുടക്കത്തിലൊക്കെ മാനസികമായും ഒക്കെ തന്നെ ഇവർക്ക് ചിലപ്പോൾ അതിലൊരു ആശ്വാസം കിട്ടിയേക്കും, അല്ലെങ്കിൽ മാറി എന്നുള്ള വിശ്വസിച്ചിരിക്കും. കുറച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായും, പ്രത്യേകിച്ച് ഈ സ്വനപേടകത്തിലെ ക്യാൻസറിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ഒരു ശ്വാസം മുട്ടൽ പോലെ വരും. ശബ്ദം പോവുക, കുറെ കഴിയുമ്പോൾ ശബ്ദം ക്രമേണ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് അത് ശ്വാസം മുട്ടലിലേക്ക് വരും. അത് സ്ട്രൈഡർ എന്ന് പറയും. പലപ്പോഴും ഈ സ്ട്രൈഡർ എന്ന് വരുമ്പോഴാണ് ഡോക്ടറെ കാണാനായിട്ട് ഇവർ വരിക. അപ്പൊ ആ സമയത്ത് പിന്നെ ശ്വാസം കിട്ടാനായിട്ട് കഴുത്തിലേക്ക് ശ്വാസനാളത്തിന് തുളച്ച് ട്രക്കിയോസ്റ്റമി ചെയ്യേണ്ടി വരിക. പിന്നീട് ചികിത്സിക്കുന്ന സമയത്ത് അപ്പോഴേക്ക് ഇത് സ്റ്റേജ് 3 സ്റ്റേജ് 4 ഒക്കെ ആയിപ്പോയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു സമയത്ത് സ്വാഭാവികമായും ചികിത്സിക്കുമ്പോൾ അതിന് പിന്നെ റേഡിയേഷൻ അല്ലെങ്കിൽ സ്റ്റേജ് 3 സ്റ്റേജ് 4 ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ സർജറിയാണ്. സർജറി എന്ന് പറയുമ്പോൾ ലറിഞ്ചെക്ടമിയാണ്. ലറിഞ്ചെക്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, ക്യാൻസർ എന്ന് പറയുമ്പോൾ അത് 2 തരത്തിലുള്ള ചികിത്സയേ ഉള്ളൂ. ഒന്നുകിൽ നമുക്ക് റേഡിയേഷൻ, കീമോ റേഡിയേഷൻ, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് സർജിക്കലി എടുത്തു കളയുക എന്നുള്ളത്. ഇത് ഓരോ സ്റ്റേജ് അനുസരിച്ചിട്ടാണ് ഈ ചികിത്സയുടെ ഇത് തീരുമാനിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ സ്റ്റേജ് 1 ഒരു സ്വരപേടകത്തിലെ ഒരു ഭാഗത്ത് മാത്രം ഒതുങ്ങിയിരിക്കുന്ന തുടക്കത്തിലെ ക്യാൻസർ ആണെന്ന് വിചാരിക്കാം. വളരെ സ്റ്റേജ് ഉണ്ട്. ഈ സ്വനപേടകം 2 വോക്കൽ കോഡ് നല്ലവണ്ണം അനങ്ങുന്നുണ്ട്. സ്വനപേടകം എന്ന് പറയുന്നത് വി ഷേപ്പിലുള്ള വോക്കൽ കോഡ്. ഇതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമായിട്ടുള്ള ഒരു ചെറിയ ലീഷനെ സംബന്ധിച്ചിടത്തോളം അത് ഒന്നുകിൽ ലേസർ കോഡക്ടമി, ലേസർ ഉപയോഗിച്ച് ആ ഭാഗം മാത്രമായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ അത് അവിടെ വെച്ച് അത് തീരും. അതിന് ശരിക്കും പറഞ്ഞാൽ പിന്നീട് വോക്കൽ കോഡിന്റെ മൊബിലിറ്റി ഒന്നും ബാധിക്കുന്നില്ല, ശബ്ദത്തിൽ വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരുന്നില്ല. അതേസമയം സ്റ്റേജ് 1 റേഡിയേഷനും സാധ്യമാണ്, സ്റ്റേജ് 2 റേഡിയേഷൻ സാധ്യമാണ്. അതേസമയം സ്റ്റേജ് 3 സ്റ്റേജ് 4 അഡ്വാൻസ്ഡ് സ്റ്റേജസിലോട്ട് പോകുമ്പോൾ, അഡ്വാൻസ്ഡ് സ്റ്റേജ് എന്ന് പറയുന്നത് സ്വനപേടകത്തിന്റെ പുറത്തേക്ക് വന്ന് അത് കാർട്ടിലേജ് ഒക്കെ ഇൻവോൾവ് ചെയ്തൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള ചികിത്സ എന്ന് പറയുന്നത് ലറിഞ്ചെക്ടമിയാണ്. ലറിഞ്ചെക്ടമി എന്ന് പറഞ്ഞാൽ സ്വനപേടകം എടുത്തു മാറ്റുക. സ്വനപേടകം പോയി കഴിഞ്ഞാൽ ശബ്ദം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടാവും. പക്ഷെ ഇന്നത്തെ കാലത്ത് അതിനും പല മാർഗങ്ങളുണ്ട്. ഡോക്ടർ, ഞാൻ തിരികെ ഏതായാലും ഒരു പർട്ടിക്കുലർ കേസുമായിട്ട് ബന്ധപ്പെട്ടല്ല എങ്കിലും പോലും ഒരു ജനറലൈസ് ചെയ്തുകൊണ്ട് ഡോക്ടർ പറഞ്ഞ വിഷയങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടി അത് എത്രത്തോളം റിലേറ്റബിൾ ആണ് എന്നുള്ള കാര്യം കൂടി ഇതിനകത്തുണ്ട്. ഞാൻ ഡോക്ടറിലേക്ക് തിരികെ വരാം, മറ്റ് പാനലിസ്റ്റുകളിലേക്ക് കടക്കുമ്പോൾ ആദ്യം ശ്രീമതി ബെറ്റിമോൾ മാത്യു. പുതുപ്പള്ളിയിലെ മാത്രമല്ല സംസ്ഥാനത്തെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകർക്കും ആശങ്കയുണ്ടാകുന്ന വിഷയമാണ് ഉമ്മൻചാണ്ടിയെ പോലെ കോൺഗ്രസിന്റെ ഒരു സമുന്നത നേതാവിന് ചികിത്സ നിഷേധിക്കപ്പെടുന്നു എന്നുള്ള ഒരു ആരോപണം ഉയരുന്നത് പോലും. ഇത് പുറത്തു നിന്നുള്ള ആരോപണമല്ല, ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് അകത്തു നിന്നാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം സഹോദരൻ ഉന്നയിച്ചിരിക്കുന്ന ഒരു ആരോപണമാണ്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ വിഷയത്തില് ഇങ്ങനെയൊരു വിവാദം ഉണ്ടായത് തന്നെ അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. കാരണം നമ്മൾ ഓരോരുത്തർക്ക് നമുക്കറിയാം ഉമ്മൻചാണ്ടി സാറ് എത്രമാത്രം കേരള ജനതയ്ക്ക് പ്രിയപ്പെട്ട വ്യക്തിത്വമാണ്. അതിനെല്ലാറ്റിലും ഉപരി കേരളം മുൻപ് ഭരിച്ച മുഖ്യമന്ത്രിയാണ്. ദീർഘകാലമായിട്ട് നമ്മുടെ പൊതുരംഗത്ത് നിൽക്കുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു രോഗാവസ്ഥയും അദ്ദേഹത്തിന്റെ ചികിത്സയും ഇത്തരത്തില് ഒരു വിവാദവും ചർച്ചയും ഒക്കെ ആകുകയും അതിനെക്കുറിച്ച്
ഇപ്പം വീട്ടുകാരും ഒക്കെ പത്രക്കുറിപ്പുകൾ ഇറക്കുക, ഞങ്ങൾ ചികിത്സിക്കുന്നുണ്ട് എന്നൊരു വിഭാഗം പറയുക, മറുവശത്ത് ഇത് ഇല്ല ചികിത്സ നിഷേധിക്കുന്നു എന്ന് പറയുക. ഇങ്ങനെ ഒരു തർക്കം ഉണ്ടാകുന്നത് തന്നെ ശരിക്കും കേരളത്തിന് നാണക്കേടാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു തർക്കം കുടുംബത്തിനകത്ത് ഉണ്ടാവാതെ നോക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമായിരുന്നു. കാരണം ഞാൻ ഇതിനകത്ത് രാഷ്ട്രീയമല്ല പറയുന്നത്, ഇതില് മാനുഷികമായ നൈതികമായ പ്രശ്നങ്ങളുണ്ട്. അതാണ് പറയുന്നത്. കാരണം കേരളത്തിൽ ഇതിനു മുൻപ് എത്രയോ നേതാക്കന്മാര് 90-ഉം 100-ഉം ഒക്കെയായി ആൾക്കാർ ജീവിച്ചിരിക്കുന്നു. നമ്മുടെ നേതാക്കന്മാര് 90-ന് ശേഷം മരിച്ചവരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ ഇന്ന് വരെ ഇത്തരത്തില് ഒരു ആരോപണം ഒരു ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല. അപ്പം കുടുംബാംഗങ്ങൾ തമ്മിലൊക്കെ അകത്തുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിൽ ഈ തരത്തിലുള്ള ഒരു വിവാദം ഇതിനു മുമ്പ് ഒരിക്കലും കേരളത്തിൽ നമ്മൾ കേട്ടിട്ടില്ല. അത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു. ഉമ്മൻചാണ്ടി സാറിന് വേണ്ട ചികിത്സ അത് എന്ത് ചികിത്സയാണെങ്കിലും അത് കിട്ടാനുള്ള അർഹത അദ്ദേഹത്തിനുണ്ട്. അത് എവിടെ പോയാലും ചികിത്സിക്കാനുള്ള സാധ്യത അദ്ദേഹത്തിനുണ്ട്. അതെല്ലാം ഉള്ളപ്പോൾ ഇങ്ങനെ ഒരു വിവാദത്തിലേക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തെ വലിച്ചിഴച്ചത് തീർക്കം തെറ്റായി പോയി. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ചികിത്സയെ സംബന്ധിച്ച് കുടുംബത്തിനകത്തുണ്ടെങ്കിൽ അവരത് അടിയന്തരമായിട്ട് അവിടെ നേരത്തെ തന്നെ പരിഹരിക്കേണ്ടതായി. ഉമ്മൻചാണ്ടി സാറിന്റെ മനസ്സെന്താന്ന് നമുക്കറിയത്തില്ല. ഇപ്പൊ മാറി മാറി പ്രസ്താവനകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. കുഴപ്പമില്ല, എനിക്ക് ചികിത്സ കിട്ടുന്നുണ്ട് എന്ന് ഇങ്ങനെയൊക്കെ പത്രക്കുറിപ്പ് ഇറക്കേണ്ട സ്ഥിതി ഉണ്ടാക്കി അദ്ദേഹത്തെ വേദനിപ്പിക്കുന്നതിലാണ് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ പൊതുമനസ്സ് നോക്കുന്നത്. അത് ഒഴിവാക്കേണ്ട കാര്യമായിരുന്നു. അതിൽ ഇപ്പം ഉമ്മൻചാണ്ടി സാറ് കോൺഗ്രസിന്റെ അത് മാത്രമല്ല കേരളത്തിന്റേതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ വിവാദങ്ങളുടെ സത്യാവസ്ഥ അറിയാൻ ഇവിടെ പൊതുജനത്തിന് അർഹതയുണ്ട്. അത് അറിയേണ്ടിയിരിക്കുന്നു. ആ കാര്യത്തില് ഇപ്പം സർക്കാരിനാണെങ്കിലും ഇടപെടാം. ആ ഇടപെടലിന്റെ തെറ്റൊന്നുമില്ല. കാരണം ഓരോ മനുഷ്യർക്കും ഇത് അറിയണം എന്നുള്ള ആഗ്രഹമുണ്ട്. എന്താണ് ഇതിന്റെ അകത്തെ വാസ്തവമെന്ന്. കാരണം ഉമ്മൻചാണ്ടി സാറിനെ സ്നേഹിക്കുന്ന വലിയൊരു ജനസമൂഹം ഇവിടെയുണ്ട്. സ്നേഹിക്കുന്നവരെന്നുള്ളത് പോകട്ടെ, അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. അപ്പൊ സമൂഹത്തിന് അദ്ദേഹത്തോട് ഒരു കടപ്പാടുണ്ട്. ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി വിദേശത്ത് പോയി ചികിത്സിച്ച അദ്ദേഹം വിദേശത്തല്ലേ എവിടെ വേണേലും പോയി ചികിത്സിക്കണമെന്ന് പറയുന്ന ആളാണ്. കാരണം അവരുടെ ആരോഗ്യം നമുക്ക് വലുതാണ്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ കാര്യത്തിലും. അപ്പം ഇങ്ങനെയൊന്ന് സംഭവിക്കാൻ പാടില്ലായിരുന്നു. അതിലുള്ള അഗാധമായ ദുഃഖമുണ്ട്. അതോടൊപ്പം തന്നെ വാസ്തവം എന്ത് എന്ന് പൊതുസമൂഹം അറിയേണ്ടതുണ്ട്. അറിയാനുള്ള അവകാശവും അർഹതയും ഈ കേരളീയ സമൂഹത്തിനുണ്ടെന്ന് മാത്രമാണ് ഈ കാര്യത്തിൽ പ്രാഥമികമായിട്ട് എനിക്ക് പറയാനുള്ളത്. കാരണം ചികിത്സയുടെ വിവിധ ഘട്ടങ്ങളെ കുറിച്ചോ ചികിത്സയിലെ കാര്യങ്ങളെ കുറിച്ചോ പറയാൻ അറിയുന്ന ഒരാളല്ല ഞാൻ. പക്ഷെ മറ്റൊന്ന് ഇതിനോട് ചേർത്ത് പറയാൻ പറ്റുന്നത്, ക്യാൻസർ എന്ന് കേട്ട് കഴിയുമ്പോഴേ പലതരം നാടോടി ചികിത്സകള്, പ്രാർത്ഥന ചികിത്സകള്, ഇങ്ങനെയുള്ള ഒരുപാട് തട്ടിപ്പ് ചികിത്സകൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അതിനെ കൂടി നമ്മള് സത്യം പറഞ്ഞാല് സർക്കാർ നിരോധിക്കേണ്ടതുണ്ട്. ഇത്തരം രോഗങ്ങൾ ഇപ്പൊ ഇതൊക്കെ കണ്ടുപിടിക്കാത്ത ഒരു കാലത്ത് ചിലപ്പോൾ പലതരത്തിലുള്ള ചെപ്പടി വിദ്യകളും മരുന്നുകളും ഒക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാകും. പക്ഷെ ഇപ്പോഴും അത്തരം പരമ്പരാഗത ചികിത്സ എന്നൊക്കെ പറയുന്നതിന്റെ പിന്നാലെ ഒരുപാട് തരം ചികിത്സയിൽ ആൾക്കാർ പോകുന്നുണ്ട്. അതൊരു നല്ല പ്രവണതയല്ല. കാരണം ഒരു രോഗത്തിന് അതിന് കൃത്യമായി കൊടുക്കാവുന്ന ഏറ്റവും എഫക്റ്റീവായ ചികിത്സയാണ് ആ രോഗിയുടെ അവകാശം. അതാണ് കിട്ടേണ്ടത്. പക്ഷെ പലതരം ക്യാൻസറിന്റെ കാര്യത്തിൽ നേരത്തെ സംസാരിച്ച ഡോക്ടർ പറഞ്ഞതുപോലെ ഇതാണെന്ന് അറിഞ്ഞു കഴിയുമ്പോഴേ ആൾക്കാർ പേടിച്ച് വേറെ ചില ചികിത്സകളിലേക്ക് പോകുന്നു. അത് മിക്കവാറും തട്ടിപ്പായിരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ചികിത്സയിലേക്ക് പോകുന്നവർ വളരെ പെട്ടെന്ന് രോഗാവസ്ഥ രൂക്ഷമാകുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷെ ഈ കാര്യത്തില് ഈ ഒരു പ്രത്യേക വിഷയത്തില് ഇങ്ങനെയൊരു വിവാദം ഉണ്ടായത് തന്നെ അങ്ങേയറ്റം ഖേദകരമാണ്. രണ്ടാമത്തെ ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ എന്താണ് എന്ന് വെച്ചാൽ ഏറ്റവും അടിയന്തരമായി അദ്ദേഹത്തിന്റെ കാര്യത്തിൽ സത്യാവസ്ഥ പുറത്തു വരണം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് പരിശോധിച്ച് കൃത്യമായ ചികിത്സ അദ്ദേഹത്തിന് ലഭ്യമാക്കണം. അത് മാത്രമാണ് കാര്യത്തിൽ. ഞാൻ തിരികെ എത്താം ശ്രീമതി ബെറ്റി മോൾ മാത്യു. അതാണ് വിഷയം. ഇതൊരു ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു വിഷയമല്ല. ഇതിനകത്ത് നടത്തുന്നത് അങ്ങനെ ഒരു ഡിബേറ്റുമല്ല. പക്ഷേ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യസ്ഥിതി ഏത് രീതിയിലാണ് എന്നറിയേണ്ട
അവകാശം ജനങ്ങൾക്കുണ്ട്. അത് പൊതു കേരളത്തിന് അദ്ദേഹത്തോടുള്ള ബാധ്യതയും അതിനകത്ത് ഉൾപ്പെടുന്നു. ശ്രീ ജേക്കബ് ജോർജ്, അപ്പോൾ പ്രാർത്ഥനാ സംഘങ്ങളുടെ ഇടപെടലടക്കം ഇതിനകത്തുണ്ട് എന്നുള്ള രീതിയിലുള്ള വലിയ ആരോപണമൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. കുടുംബാംഗങ്ങളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സ്വന്തം സഹോദരൻ ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഞാൻ നേരത്തെ പറഞ്ഞൊരു വിഷയമുണ്ടല്ലോ, അതിലൊരു പരിപൂർണ്ണ ബാലൻസിംഗ് വേണം. ഒരു വിവാദമോ അല്ലെങ്കിൽ അത്തരം ഒരു ചോദ്യമോ ഒന്നും ഉയർത്തിക്കൊണ്ടല്ല ഈ ഡിബേറ്റ്. അങ്ങനെ ഒരു ബാലൻസ് എത്രത്തോളം നടത്തിക്കൊണ്ട് വേണം ഈ ചർച്ച തന്നെ നടത്താൻ എന്നൊരു ചോദ്യം കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. അത് ശരിയാണ്. ഈ പ്രാർത്ഥനാ സംഘങ്ങള് ശരിക്കും അങ്ങനെ കുറെ തട്ടിപ്പ് സംഘങ്ങൾ ഇറങ്ങും. എവിടെയെങ്കിലും രോഗികളുണ്ടെങ്കിൽ രോഗശാന്തി ശുശ്രൂഷയും രോഗശാന്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഇവർ വീട്ടിലൊക്കെ കയറി ഇറങ്ങും. പുതിയ ആത്മാക്കളെ പിടിക്കുക എന്നുള്ളതൊക്കെയാണ്. വെറും തട്ടിപ്പാണ് ഇത്. പച്ചമരുന്ന് തട്ടിപ്പ് ലാടവൈദ്യന്മാരുണ്ടായിരുന്നു പണ്ട്. അത്തരം തട്ടിപ്പ് പോലെയുള്ള തട്ടിപ്പാണ്. ഈ തട്ടിപ്പിൽ വലിയ വിദ്യാഭ്യാസമുള്ളവർ പോലും വീഴും. കാരണം വളരെ ഡെസ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നവരാണ് അവർ. ക്യാൻസർ എന്നൊരു മഹാമാരിക്ക് മുമ്പില് അങ്ങനെ പതറി നിൽക്കുമ്പോൾ ഒരു ആശ്വാസവുമായിട്ടൊക്കെയാണ് പാട്ടും പ്രാർത്ഥനയൊക്കെ ആയിട്ടാണ് ഇവർ വരുന്നത്. അപ്പോഴത് സ്വാഭാവികമായിട്ടും അവരുടെ ഒരു വലയത്തിൽ വീണു പോവുക സ്വാഭാവികമാണ്. പക്ഷേ അത് ശരിക്കും ഒട്ടും ശരിയല്ല. അദ്ദേഹം ഉമ്മൻചാണ്ടി ഇന്ത്യയിലെ ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവാണ്. അതിനകത്ത് കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയം പറയുകയാണെങ്കിൽ കോൺഗ്രസ് നേതൃത്വം, ജവഹർലാൽ നെഹ്റു, അദ്ദേഹം വളരെ ശാസ്ത്രീയ വീക്ഷണം ഉള്ളയാളായിരുന്നു, യുക്തി ബോധമുള്ളയാളായിരുന്നു. സയന്റിഫിക് ടെമ്പർ എന്നൊരു പ്രയോഗം അദ്ദേഹം വളരെ ശക്തമായിട്ട് ഇന്ത്യക്കാരെ പഠിപ്പിക്കാൻ തന്നെ ശ്രമിച്ചു. ആ ഒരു ശാസ്ത്രബോധത്തെ നിഷേധിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് വളരെ നിർഭാഗ്യകരമാണ്. അപർണ ഈ ചർച്ച തുടങ്ങിയപ്പോൾ തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ പത്രപ്രവർത്തകൻ എന്നെ ഇപ്പൊ വിളിച്ചിങ്ങനെ ഞാനിപ്പോ ഫോണിലായിരുന്നു സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ കേട്ടത് നിംസിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. നിംസ് കേരളത്തിലെ ക്യാൻസർ ചികിത്സയ്ക്ക് പ്രസിദ്ധമായ ഒരു ആശുപത്രിയൊന്നും അല്ല, പേരുകേട്ട ആശുപത്രിയൊന്നും അല്ല. കേരളത്തിൽ തിരുവനന്തപുരത്ത് തന്നെ കേന്ദ്രവും കേരള സർക്കാരും കൂടെ നടത്തുന്ന റീജിയണൽ ക്യാൻസർ സെന്റർ ഉണ്ട്, RCC. ഏറ്റവും ആധുനികമായ യന്ത്ര സജ്ജീകരണങ്ങൾ, ഏറ്റവും വിദഗ്ധരായ ഡോക്ടർമാർ, ഏറ്റവും ശാസ്ത്രീയമായ സങ്കേതങ്ങൾ ഒക്കെയും തിരുവനന്തപുരത്തെ RCCയിലുണ്ട്. കേരളത്തിലെ, ദക്ഷിണേന്ത്യയിലെ, ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്യാൻസർ ചികിത്സാ കേന്ദ്രമാണ്. അവിടെ എന്തുകൊണ്ട് കൊണ്ടുപോയിക്കൂടാ? കേരളത്തിൽ തന്നെ പല ഡോക്ടർമാരും ഉണ്ട്. BP ഗംഗാധരൻ RCCയിലായിരുന്നു നേരത്തെ ഡോക്ടർ ആയിരുന്ന ആള്. അദ്ദേഹമായിട്ട് ഞാൻ വളരെയധികം സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം തിരുവനന്തപുരത്തായിരുന്നപ്പോൾ. കാരണം ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ RCCയിൽ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായപ്പോൾ ഞാൻ പത്രപ്രവർത്തനം നിലയ്ക്ക് അത് എഴുതാൻ വേണ്ടി അദ്ദേഹത്തെ സമീപിച്ചിരുന്നു. വളരെ ദൈവദൂതനെ പോലെയാണ് അന്ന് രോഗികൾ അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം പോകുമ്പോൾ രോഗികളൊക്കെ ഇങ്ങനെ വളരെ വളരെ വിശ്വാസത്തോടും വളരെ ഭയഭക്തിയോടുകൂടി തന്നെ അദ്ദേഹത്തെ എഴുന്നേറ്റ് നിന്ന് ആദരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെയുള്ള വലിയ ഡോക്ടർമാർ, MV പിള്ള തിരുവനന്തപുരത്തുകാരനാണ്. ഡോക്ടർ MV പിള്ള അമേരിക്കയിലാണ് അദ്ദേഹം. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ ഒരു അർബുദ സ്പെഷ്യലിസ്റ്റ് ആണ് ഡോക്ടർ MV പിള്ള. അതുപോലെയുള്ള ഡോക്ടർമാർ അവരൊക്കെ ഉമ്മൻചാണ്ടിയുടെ കാര്യം വിലയിരുത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. വലിയ ആശുപത്രികളുടെ മെഡിക്കൽ റിപ്പോർട്ടുണ്ട്. ആധുനിക ആശുപത്രികളിൽ നിന്നൊക്കെ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടുകൾ അദ്ദേഹത്തിന് ക്യാൻസർ രോഗമാണ്, അതിനുള്ള ചികിത്സ, സർജറി, കീമോതെറാപ്പി ഒക്കെയാണ്. അതെല്ലാം വ്യക്തമായിട്ട് ആ റിപ്പോർട്ടുകളിലുണ്ട്. അത്യാവശ്യം വേണ്ടത് കേരള ഗവൺമെന്റ് ഉടനെ ഇടപെടുക. ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുന്നു എന്ന് ഞാൻ കേട്ടു. ആ മെഡിക്കൽ ബോർഡ് ഉചിതമായ ഒരു തീരുമാനമെടുക്കണം. ഇത് സംബന്ധിച്ച് പഠിക്കണം. പക്ഷെ കുടുംബത്തെ കൂടി വിശ്വാസത്തിൽ എടുക്കണം. കുടുംബത്തെ കൂടി കാര്യങ്ങൾ പഠിപ്പിച്ച് ആചാരങ്ങൾക്കും അനാചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ഒക്കെ അപ്പുറത്തേക്ക് ഒരു ശാസ്ത്രബോധം ആണ് ഇവിടെ നമ്മളെ നയിക്കേണ്ടത്. കാരണം രോഗം വന്നാൽ ഒരു പ്രാർത്ഥനയും നമ്മളെ രക്ഷിക്കുകയില്ല, നമ്മളെ തുണയ്ക്ക് എത്തുകയില്ല എന്നുള്ളത് അവരെ ബോധ്യമാക്കണം. അതിന് ഡോക്ടർമാരും നമ്മുടെ സർക്കാരും കോൺഗ്രസ് പാർട്ടിയും, ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് പാർട്ടിയും മുന്നിട്ടിറങ്ങണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഇതിനകത്ത് ഒരു വലിയ രാഷ്ട്രീയവും ഉണ്ട് എന്ന കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം. ഞാൻ അതിലേക്ക് വരാം. നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഡോക്ടർ പ്രേംകുമാർ, ഞാനും വ്യക്തിപരമായിട്ട് വിചാരിക്കുന്നത് കുടുംബാംഗങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ശ്രീ ഉമ്മൻചാണ്ടിയെ
അത്യന്തം സ്നേഹിക്കുന്ന ഒരുപാട് പൊതുപ്രവർത്തകരെ വേദനിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു ചർച്ചയും ഇതിനകത്തുണ്ടാകരുത് എന്ന് തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന് ചികിത്സ നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിലും വലിയ മറ്റൊരു വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉണ്ടാകാനില്ല. അപ്പോൾ ഈ സഹോദരൻ ഉൾപ്പെടെ 42 ബന്ധുക്കളുടെ നിവേദനമാണ് മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തിയിരിക്കുന്നത്, പരാതിയായി എത്തിയിരിക്കുന്നത്, സ്വന്തം സഹോദരൻ ഉൾപ്പെടെ. അത് എത്രത്തോളം ഗൗരവതരമാകും? ഇത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ വളരെ സെൻസിറ്റീവായ, വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കാര്യമാണ്. പക്ഷെ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒന്ന്, എന്റെ പേരിന്റെ താഴെ ഇടത് സഹയാത്രി എന്ന് മാത്രമേ എഴുതാൻ പറ്റൂ. ഈ ഒരു ചർച്ചയിൽ ഇടത് വലത് അങ്ങനെയൊന്നുമില്ല. ഉമ്മൻചാണ്ടി എന്നുള്ള മനുഷ്യനോട് വല്ലാത്ത, വളരെ അടുത്ത സ്നേഹവും വളരെ നല്ല പരിചയവും ഉള്ളതാണ്. അതേപോലെ തന്നെ എന്റെ മകനെയും ചെറിയ കുട്ടിയെ വളരെ 10-15 വർഷം മുമ്പേ നല്ല പരിചയമുള്ളതാണ്, നല്ല സ്നേഹമുള്ളതാണ്. ഇതിനകത്ത് പക്ഷേ ജേക്കബ് ജോർജ് സാർ പറഞ്ഞതിനോട് നേരെ വിരുദ്ധമായ അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ നിങ്ങൾ എഴുതി കാണിക്കുന്ന 2 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടല്ലോ, ചികിത്സ നിഷേധിക്കുന്നു എന്ന്. ഈ ചികിത്സ എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അഥവാ ഒരു മെയിൻ സ്ട്രീം ഉദ്ദേശിക്കുന്ന കാര്യം അലോപ്പതി ട്രീറ്റ്മെന്റും അത്തരത്തിലുള്ള മെഡിക്കൽ സർജിക്കൽ ഇന്റർവെൻഷൻസും മാത്രമാണ്. അതായിക്കോളുള്ള നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ അസുഖം വന്നാൽ ഹോമിയോയുടെ പിന്നാലെ പോകുന്ന, നേച്ചുറോപ്പതിയുടെ പിന്നാലെ പോകുന്ന ആളല്ല. ഇത്തരം ചർച്ചകളൊക്കെ നമുക്ക് ആവാം. പക്ഷേ ഇത്രയും ക്രിട്ടിക്കലായ ഒരു അസുഖത്തിന്റെ, CA ലാരിങ്സ് പോലുള്ള അസുഖത്തിന്റെ 4th സ്റ്റേജിലെത്തി നിൽക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കഴിഞ്ഞ 79 വർഷമായിട്ട് വിശ്വസിച്ചു വന്നിട്ടുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളുടെയും വഴിയിലൂടെ പോവാനാണ് അദ്ദേഹം വിചാരിക്കുന്നതെങ്കിൽ ആ വിചാരത്തിനോടൊപ്പം നിൽക്കണം എന്ന് പറയുന്ന ആളാണ് ഞാൻ. ലാരിങ്സ് മുറിച്ചു മാറ്റിയാൽ ക്യാൻസർ കംപ്ലീറ്റ് മാറുമെന്നുള്ള ശാസ്ത്രീയമായ സത്യം ഉണ്ടെന്നിരിക്കെ തന്നെ ജേക്കബ് ജോർജ് സാർ പറഞ്ഞതുപോലെ ലോക പ്രശസ്തരായിട്ടുള്ള ക്യാൻസർ ഡോക്ടേഴ്സിന്റെ അടുത്ത് വളരെ കൃത്യമായിട്ടുള്ള മെഡിക്കൽ അഡ്വൈസ് നേരത്തെ തന്നെ ഉമ്മൻചാണ്ടി സാറിന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം അത്രയും വിപുലമായ സൗഹൃദങ്ങളും മുഖ്യമന്ത്രി എന്ന രീതിയിൽ മാത്രമൊന്നുമല്ല ഉള്ള ആളാണ്. കൃത്യമായ മെഡിക്കൽ അഡ്വൈസ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ടും വളരെ കൃത്യമായ, നല്ല ബുദ്ധിയുള്ള, നല്ല തിരിച്ചറിവുള്ള, കാര്യങ്ങളെ വ്യവച്ഛേദിച്ചറിയാൻ കപ്പാസിറ്റിയുള്ള ഒരു ഇൻഡിവിജ്വൽ, ഒരു പേഴ്സൺ എന്ന രീതിയിൽ, ഒരു ലീഡർ എന്ന രീതിയിൽ അദ്ദേഹം ചൂസ് ചെയ്തതാണ് എനിക്ക് നാച്ചുറോപ്പതിയോ അല്ലെങ്കിൽ എനിക്ക് ഹോമിയോയോ എനിക്ക് പ്രാർത്ഥനയോ മതി എന്നതെങ്കിൽ ആ തീരുമാനത്തിനോടൊപ്പം നിൽക്കണം എന്നുള്ളതാണ് മോഡേൺ സയൻസും സൈക്കോളജിയും ഒക്കെ പറയുന്നത് എന്ന് വിശ്വസിക്കാനാണ്, അത് തന്നെ ആവർത്തിക്കാനാണ് എനിക്കിഷ്ടം. കാരണം അദ്ദേഹം എടുക്കുന്ന തീരുമാനം, അതായത് കീമോതെറാപ്പി വേണ്ടതില്ല എന്നോ സർജറി വേണ്ടതില്ല എന്നോ, ശബ്ദം പോയിട്ട് രോഗം മാറിയിട്ട് എനിക്ക് ജീവിക്കേണ്ടതില്ല, അടഞ്ഞ ശബ്ദത്തോടെ ആവുന്നത്ര കാലം ജീവിച്ചാൽ മതി എന്ന് 4th സ്റ്റേജിൽ CA ലാരിങ്സിൽ ഒരു പേഷ്യന്റ് തീരുമാനിക്കുകയാണെങ്കിൽ ആ തീരുമാനത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും അടുത്തുള്ള ആളുകൾ ചെയ്യേണ്ട കാര്യം. പക്ഷെ ഇവിടെ നിങ്ങൾ അതൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു സെന്റിമെന്റ്സ്, എനിക്കത് മനസ്സിലാക്കാം ശ്രീ ഡോക്ടർ പ്രേംകുമാർ. അതൊരു വ്യക്തിപരമായ സെന്റിമെന്റ്സ്, ഒരു കുടുംബത്തിന്റെ സ്വാതന്ത്ര്യം, ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം, അതൊക്കെ ശരിയാണ്. പക്ഷേ അദ്ദേഹം എന്ന് പറയുന്നത് അങ്ങനെ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയിലേക്ക് ചുരുക്കുകയോ ചെയ്യേണ്ട ഒരാളല്ലാത്തൊരു സാഹചര്യമുണ്ട്. പിന്നെ ഇത് പുറത്തേക്ക് നൽകുന്ന മറ്റൊരു സന്ദേശമുണ്ട്. ആ സന്ദേശം വളരെ വിലപിടിച്ച ഒന്നുകൂടിയാണ്. നേരത്തെ ഡോക്ടർ ഈ ചർച്ച തുടങ്ങുമ്പോൾ പറയുന്നത് വളരെ സക്സസ്ഫുൾ റേറ്റ് ഉള്ള ഒരു ക്യാൻസർ ഗണത്തിൽപ്പെടുന്ന ഒന്നാണ് ഇതെന്നുകൂടിയാണ്. അപ്പോൾ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമായിട്ടുള്ള കാര്യമായിരിക്കില്ല ഒരുപക്ഷെ ശ്രീ പ്രേംകുമാർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഡോക്ടർ തന്നെ പറയുന്ന ഒരു കാര്യം ഏത് സ്റ്റേജിൽ ഇത് ഡിറ്റക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഉമ്മൻചാണ്ടിയുടെ സ്റ്റേജ് 3rd സ്റ്റേജോ 4th സ്റ്റേജോ ആണ്. ആ സ്റ്റേജിലുള്ള ഒരു മനുഷ്യനെ വെച്ചുകൊണ്ട് നമ്മൾ ഇത്തരത്തിലൊരു ഡിബേറ്റ് നടത്തുന്നതിൽ അർത്ഥമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ തീരുമാനം എടുക്കാനുള്ള, അത് ഈവൺ ഒരു ഹാംഫുൾ ഡിസിഷൻ ആണെങ്കിൽ പോലും പേഷ്യന്റിന്റെ ഡിസിഷന് പ്രൈമസി കൊടുക്കണം എന്ന വാദത്തോട് ചേർന്ന് നിൽക്കാനാണ് എനിക്കിഷ്ടം. അതായത് ഒരു അസുഖത്തിന്റെ 4th സ്റ്റേജിൽ എത്തുന്നു, നിങ്ങൾ സർജറി ചെയ്താൽ ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട്, ഇന്ന സൗകര്യങ്ങളുണ്ട്, നിങ്ങൾ അല്ലാത്ത ട്രീറ്റ്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, നിങ്ങൾക്ക് ഇന്ന സൗകര്യങ്ങൾ ഉണ്ടാവും എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് ഈ കേൾക്കുന്ന പേഷ്യന്റ് ഓർമ്മക്കുറവില്ലാത്ത, നല്ല സ്ഥിരബുദ്ധിയുള്ള, കാര്യങ്ങളെ വ്യവച്ഛേദിച്ച് അറിയാൻ കഴിവുള്ള ഒരാളായിരിക്കുകയും അദ്ദേഹത്തിന് ഹാംഫുൾ എന്ന് നമുക്ക് തോന്നുന്ന ഡിസിഷൻ, ഹാംഫുൾ ആവും എന്ന് തന്നെ വിചാരിക്കുന്ന, അദ്ദേഹം ഹെൽത്തിന് ഹാംഫുൾ ആവുന്ന ഡിസിഷൻ ആണെങ്കിൽ പോലും ആ ഡിസിഷൻ എടുത്താൽ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുക, ആ ഡിസിഷൻ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് ക്ലോസ് ഫാമിലി മെമ്പേഴ്സിന്റെയും ഫ്രണ്ട്സിന്റെയും ഉത്തരവാദിത്വം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ നമുക്ക് പലപ്പോഴും അങ്ങനെ പറ്റില്ല. കാരണം നമുക്കൊരു ബോധ്യം ഉണ്ടാവും ഈ ട്രീറ്റ്മെന്റ് അല്ലല്ലോ ചെയ്യേണ്ടത് എന്ന്. അത്തരം ഒരു ബോധ്യത്തിലാണ് അദ്ദേഹത്തിന്റെ സഹോദരന്മാർ പരാതി കൊടുക്കുന്നത്, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പരാതിയായി കൊടുക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഉമ്മൻചാണ്ടിക്ക് ഈ ട്രീറ്റ്മെന്റിനോട് അദ്ദേഹം ഹാപ്പി ആണെങ്കിൽ, സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, അദ്ദേഹത്തിന്റെ മുകളിൽ
ഇങ്ങനെയുള്ള ഇപ്പോഴുള്ള ട്രീറ്റ്മെന്റ്, അത് പ്രാർത്ഥനയാവട്ടെ പച്ചമരുന്നാവട്ടെ, അത് തെരഞ്ഞെടുക്കാൻ ഒരു വിധത്തിലുള്ള സമ്മർദ്ദവും ഉണ്ടാവുന്നില്ല എങ്കിൽ പിന്നെ അതിൽ മൂന്നാമതൊരാൾക്ക് ഗവൺമെന്റിനടക്കം ഇടപെടുന്നതിൽ ശരിയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശാസ്ത്രീയമായ ട്രീറ്റ്മെന്റ്, അശാസ്ത്രീയമായ ട്രീറ്റ്മെന്റ്, അലോപ്പതി, മോഡേൺ മെഡിസിൻ, ആൻഷ്യൻ മെഡിസിൻ, ഇതിനെ പറ്റിയൊക്കെയുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. പക്ഷെ അത് ഈ സ്റ്റേജിലുള്ള ഒരു മനുഷ്യനെ അതിന്റെ ഇടയിൽ വെച്ചുകൊണ്ട്, അത് ഏത് മനുഷ്യനായിരുന്നാലും ചെയ്യരുതെന്നാണ് വിചാരിക്കുന്നത്. ഇനി ഇത്തരത്തിലുള്ള ചർച്ചയും വിവാദവും കേരളത്തിൽ ആദ്യമായിട്ടൊന്നും അല്ല ഉണ്ടാവുന്നത്. സാധാരണ മനുഷ്യരുടെ കേസിൽ ഇഷ്ടം പോലെ ഉണ്ടാവുന്നതാണ്. പേഴ്സണലി 2 വട്ടമെങ്കിലും വളരെ ക്ലോസ് റിലേറ്റീവ്സ് ക്രിട്ടിക്കലായ ഇൽനെസ് വന്നപ്പം ഞാനിത് ഫേസ് ചെയ്തിട്ടുണ്ട്. കാരണം കുടുംബത്തിൽ 4 പേരുള്ളതിൽ 2 പേരുടെ അഭിപ്രായം ഒന്നായിരിക്കും, 2 പേരുടെ അഭിപ്രായം വേറൊന്നായിരിക്കും. 2 പേർക്കും അവരുടേതായ ന്യായങ്ങൾ ഉണ്ടാവും. ഉമ്മൻചാണ്ടിയുടെ സഹോദരൻ പറയുന്നത് ശരിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കീമോതെറാപ്പിയാണ്. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പച്ചമരുന്നോ ആയിരിക്കാം. അതിൽ അദ്ദേഹം അദ്ദേഹം കമ്പോസ്റ്റ് ആണെങ്കിൽ, കൂൾ ആണെങ്കിൽ, ഹാപ്പി ആണെങ്കിൽ അത് ചെയ്തു കൊടുക്കുകയാണ് ഈ സ്റ്റേജിലുള്ള ഒരു പേഷ്യന്റിന്റെ കേസിൽ നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം. ഉമ്മൻചാണ്ടിയുടെ ചോയ്സ് അതാണ് എന്നറിഞ്ഞുകൊണ്ട്, അല്ലാതെ അദ്ദേഹത്തിന് ചികിത്സ കൊടുക്കേണ്ട എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ മക്കളോ ഭാര്യയോ ചെയ്യുന്നുവെന്നോ, അദ്ദേഹത്തിന്റെ ചികിത്സാ ചെലവുമായി ബന്ധപ്പെട്ട് പാർട്ടിയുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നോ, സർക്കാർ അദ്ദേഹത്തിന്റെ വേണ്ട പ്രൊട്ടക്ഷൻ നൽകുന്നില്ല എന്നും ഒരു മനുഷ്യനും ഒരാൾക്കും പരാതിയില്ല. മാത്രമല്ല ഉമ്മൻചാണ്ടിക്ക് അസുഖമാണെന്നുള്ളത് ഈവൻ എന്താ പറയാ, അപർണ പറയുന്ന പോലെ കോൺഗ്രസ്സുകാരുടെ മാത്രം സങ്കടമൊന്നും അല്ലേ അല്ല, കേരളത്തിലെ മുഴുവൻ ആളുകളുടെയും സങ്കടമാണ്. എന്തുകൊണ്ട് ഇവരുടെ ഇടയിൽ ഇത് സംബന്ധിച്ച് ആശയക്കുഴപ്പം ഉണ്ടായി? അതായത് ചാണ്ടി ഉമ്മൻ പറയുന്ന പോലെ അപ്പയ്ക്ക് ഇഷ്ടമുള്ള ട്രീറ്റ്മെന്റ് ഇതാണ് എന്നുള്ളത് എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ സഹോദരന്മാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റിയില്ല, അല്ലെങ്കിൽ സഹോദരന്മാർക്ക് എന്തുകൊണ്ട് ബോധ്യപ്പെടുന്നില്ല എന്നുള്ളത് നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ, ബെറ്റി ടീച്ചർ പറഞ്ഞതുപോലെ അവരുടെ ഇടയിൽ തീർക്കേണ്ട ഒരു പ്രശ്നമാണ്. അതെനിക്ക് തോന്നുന്നില്ല നമ്മൾ വിചാരിച്ചാൽ തീരുമെന്നുള്ളത്. ഇതല്ലാത്ത എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവാം. അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിന് ഈ അല്ലാത്ത കാരണങ്ങൾ ഉണ്ടാവാം. നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും അങ്ങനെ ഉണ്ടാവുന്നതാണ്. മക്കളും അടുത്ത ബന്ധുക്കളൊക്കെ തമ്മിൽ മുമ്പൊക്കെയുള്ള പല പല പ്രശ്നങ്ങളും ആശയക്കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടാവാം. അതൊക്കെ കൂടെ ആയിരിക്കാം ഈ കാര്യങ്ങളിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. അച്ഛൻ 79 വയസ്സുള്ള പിതാവിന് അസുഖം വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഇഷ്ടം ഇതാണ്, ആ ട്രീറ്റ്മെന്റ് കൂടെ ഞാൻ നിൽക്കുകയാണ് എന്നുള്ള തീരുമാനം മഹാഭൂരിപക്ഷം ആളുകൾക്ക് മനസ്സിലാവാത്ത കാര്യം എല്ലാവരെയും മനസ്സിലാക്കിക്കുന്നതിൽ ചാണ്ടി ഉമ്മൻ എന്നുള്ള മകൻ വിജയിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഇല്ല. അതുകൊണ്ടാണ് അദ്ദേഹം ലൈവൊക്കെ ചെയ്യേണ്ടി വരുന്നത്. പക്ഷെ അതിന്റെ പേരിൽ അദ്ദേഹം ചെയ്യുന്നത് ശരിയല്ല എന്നോ ഉത്തരവാദിത്വമില്ല എന്നൊന്നും പറയുന്നത് ശരിയല്ല. ഞാൻ ആദ്യവും അവസാനവും പറയുന്നു, ഉമ്മൻചാണ്ടിയുടെ താല്പര്യമാണ് ഈ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ബഹുമാനിക്കേണ്ടത്, ആദരിക്കേണ്ടത്. മറ്റു ചർച്ചകളും ക്യാമ്പയിനുകളും ഒക്കെ മറ്റൊരു കോണ്ടെക്സ്റ്റിലേക്ക് മാറ്റിവെക്കണം എന്നാണ് എനിക്ക് പറയാം. ഓക്കെ, ഞാൻ തിരികെ എത്താം. ഡോക്ടർ പ്രേംകുമാർ, താങ്കൾ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞതിലൊരു തിരുത്ത്, കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല രാഷ്ട്രീയ കേരളം മുഴുവൻ ആശങ്കപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യനില. ഡോക്ടർ ശങ്കർ മഹാദേവൻ, ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞു നിർത്തുന്നിടത്ത് വ്യക്തിപരമായ ഒരു സെന്റിമെന്റ്സിൽ അതിനോട് യോജിച്ചാൽ പോലും മെഡിക്കൽ എത്തിക്സ് പ്രകാരം അത് പുറത്തേക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. അത് ഒരു സാധാരണ ഒരു വ്യക്തിയുടെ വിഷയമായിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് കുടുംബത്തിന്റെ മാത്രം താല്പര്യത്തിന്, വ്യക്തിയുടെ മാത്രം താല്പര്യത്തിന് ഒരുപക്ഷെ വിട്ടുകൊടുക്കപ്പെട്ടേനെ. ഈ ഒരു വിഷയത്തിനകത്ത് ആ ഒരു മെഡിക്കൽ എത്തിക്സ് അല്ലെങ്കിൽ പുറത്തേക്ക് നൽകപ്പെടുന്ന ഒരു സന്ദേശം, ഒരു മെഡിക്കൽ മെസ്സേജ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ 2 വിഷയങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കൂടി സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിനകത്ത് ഇടപെടുന്നത് മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക്, ആരോഗ്യമന്ത്രി നേരിട്ട് കാണാനുള്ള ഒരു നീക്കത്തിലേക്ക്, അങ്ങനെയുള്ള ചില വിഷയങ്ങളുണ്ട്. അതിൽ ഉണ്ടാകാനിടയുള്ള നീക്കങ്ങളും നടപടികളും അതെന്തായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ, ആ പ്രതീക്ഷ എന്നുള്ള വാക്കാണ് ഞാൻ ഡോക്ടറോട് ചോദിക്കുന്നത്. വ്യക്തിപരമായി ഏതൊരു രോഗിക്കും അവരുടെ ചികിത്സ ഏതാണെന്നുള്ളത് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള ചികിത്സാ വിധികൾ, ചികിത്സാ രീതികൾ ഇപ്പോഴും പ്രായോഗികമായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ അത് ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യമാണ്. ആ വ്യക്തിക്ക് ഏത് ചികിത്സ സ്വീകരിക്കണം അല്ലെ വേണ്ട എന്നുള്ളത് കുടുംബത്തിന് അല്ലെ കുടുംബത്തിലുള്ളവർക്ക് ഉപദേശിക്കുക എന്നുള്ളത് അത് അവരുടെ ധാർമ്മികമായ, അത് അവരുടെ അവകാശമാണ്. അപ്പോൾ അത് എല്ലാ കുടുംബത്തിലും ഈ പറഞ്ഞ പോലെ നടന്നു പോകുന്നുണ്ടാവും. പക്ഷേ അതിൻ്റെ അകത്ത് ഞാൻ ഹൈലൈറ്റ് ചെയ്യപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ഇത്തരത്തിലുള്ള ചികിത്സകൾ, പ്രത്യേകിച്ച് ഒരു ഉമ്മൻചാണ്ടി സാറിനെ പോലെ ജനകീയനായിട്ടുള്ള ഒരു വലിയൊരു നേതാവ്, ഒരു രാഷ്ട്രീയ നേതാവ്, അത് ഉമ്മൻചാണ്ടി സാർ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേത് രാഷ്ട്രീയ പാർട്ടിയിലെ രാഷ്ട്രീയ നേതാവ് ആയിക്കോട്ടെ, ആരായിരുന്നാലും അവരൊക്കെ ജനങ്ങൾ കാണുന്ന ഒരു റോൾ മോഡൽസാണ്. അത് നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ല, തള്ളിപ്പറയാൻ പറ്റില്ല. ഇവരൊക്കെ റോൾ മോഡൽസാണ്. ഒരുപാട് ആൾക്കാർ അണികൾ കൂടെയുള്ളവരും അവർ പറയുന്നത് കേൾക്കാനും വിശ്വസിക്കാനും ആഗ്രഹിക്കുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരാണ്.
അപ്പോൾ അവരുടെയൊക്കെ ജീവിതം എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടുന്നുകൊണ്ട് അതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. അത് എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളത് ജനങ്ങൾ അറിയുകയും ആ ജനങ്ങൾ അതിനകത്തുള്ള സാരാംശം, അതിന്റെ നന്മ മനസ്സിലാക്കി ശരിക്കും ഇത്തരത്തിലുള്ള ചികിത്സാ രീതികളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ശരിയായ ചികിത്സ ഏതാണോ അത് ഞാനിപ്പോൾ മോഡേൺ മെഡിസിൻ എന്നൊന്നും പറയുന്നില്ല, അത് ശരിയായ ചികിത്സ ഏതാണോ അതിലേക്ക് നമ്മൾ പോവുക എന്നുള്ളത്, അത് ശാസ്ത്രബോധം മനുഷ്യരിൽ കുറഞ്ഞു വരുന്തോറും ഈ പറഞ്ഞ പോലുള്ള അന്ധവിശ്വാസങ്ങളും അസത്യങ്ങളും അനാചാരങ്ങളുടെയും ഒക്കെ പിന്നാലെ പോവേണ്ടി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരം ചികിത്സകളെ നമ്മൾ തുറന്നു കാണിക്കുകയും അവയെ നമ്മൾ എങ്ങനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളതാണ് ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതും അത്തരം വിഷയങ്ങളാണ്. കാരണം അതൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ ഇപ്പൊ ഇത്തരത്തിൽ ഇങ്ങനെ തേടി പോകേണ്ടി വരുന്നത്. ശരിക്കും വേറൊരു രാജ്യത്തോ, ഒരു യൂറോപ്യൻ കൺട്രിയിലോ ഒരു സ്കാൻഡിനേവിയൻ രാജ്യത്തോ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരാൾക്ക് ഒരു ഇത്തരത്തിലുള്ള ചികിത്സാ രീതിയോ ഈ രീതിയിലോ പോകാനായിട്ട് അവിടെ അനുവദനീയമല്ല. അതിൻ്റെ അകത്ത് US അനുവദനീയമാണ്. യു എസ് ശരിക്കും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം US ഒരു പ്രത്യേക രീതിയിലുള്ള ഈ ചികിത്സാ സമ്പ്രദായം പിന്തുടരുന്ന ഒരു രാജ്യമാണ്. അപ്പൊ US ഉള്ളൊരു ചികിത്സാ സമ്പ്രദായം, US ഹോമിയോപ്പതി ഉണ്ട്, മറ്റനേകം ചികിത്സാ രീതികളുണ്ട്, അവിടെ ആർക്കും പ്രാക്ടീസ് ചെയ്യാൻ രീതിയിൽ ചെയ്യാം. അത് ഇന്ത്യയിൽ കേരളത്തെ സംബന്ധിച്ചോളം കേരളത്തിൽ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസ ചികിത്സകൾ വളരെയധികം കൂടുതലാണ് എന്നുള്ളതാണ് അടുത്ത കാലത്ത്. ഈ ഒരു പ്രത്യേക സംഭവം മാത്രമല്ല, നമ്മൾ അടുത്ത കാലത്തുള്ള എന്ത് സംഭവം നോക്കിക്കഴിഞ്ഞാലും ഈ അന്ധവിശ്വാസവുമായിട്ടും അനാചാരവുമായിട്ടും ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളെല്ലാം കേരളത്തിൽ കൂടി വരുന്നതായിട്ടാണ് നമുക്ക് കാണപ്പെടുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ ഒരു വെളിച്ചം വീശാനായിട്ട് നമുക്ക് ഉപകരിക്കേണ്ടി വരും. പിന്നെ രണ്ടാമത് പറഞ്ഞ കാര്യത്തിലേക്ക് ഞാൻ വരാം. മെഡിക്കൽ ബോർഡ് രൂപീകരണം മറ്റുമൊക്കെ സർക്കാരിന് തീർച്ചയായും അത് സ്വതന്ത്രമായിട്ട് അത് എടുക്കാവുന്നതാണ്. അത് അവരുടെ കുടുംബവുമായിട്ട് ചർച്ചയിൽ ഏർപ്പെട്ടതിന് ശേഷം കുടുംബത്തിന് വില്ലിംഗ് ആണ് എന്നുണ്ടെങ്കിൽ, ഉമ്മൻചാണ്ടി സാറിന് വില്ലിംഗ് ആണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും തീർച്ചയായും അതൊരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ആ മെഡിക്കൽ ബോർഡ് അഭിപ്രായ പ്രകാരം ചികിത്സകൾ തീരുമാനിച്ച് മുന്നോട്ട് പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എന്റെ അഭിപ്രായം. അത് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ശ്രീമതി ബെറ്റി മോൾ മാത്യു, പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരാൾക്കും തോന്നുക കോൺഗ്രസിനെ പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി, ഇത്രയും ഉന്നതരായ നേതാക്കളുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി, ഇതിൽ ഒരു പക്ഷേ വ്യക്തിയുടെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടി, വളരെ കെയറോടുകൂടി തന്നെ ഒരു നിർദ്ദേശമോ അല്ലെങ്കിൽ ഒരു ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റിലേക്ക് നിർബന്ധിക്കലോ ഒക്കെ നടത്തിക്കൂടെ എന്ന് ഒരുപക്ഷെ വ്യക്തിപരമായിട്ട് തോന്നുന്ന ഒരു വിഷയമാണ്. ഇന്ന് മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ മര്യാദ കാണിക്കണമെന്ന് പരുഷമായിട്ട് പറയുകയായിരുന്നു AK ആന്റണി ഇന്ന് ഉമ്മൻചാണ്ടിയെ സന്ദർശിക്കാൻ എത്തിയപ്പോൾ. അപ്പം ഈ കോൺഗ്രസ് പാർട്ടി കൃത്യമായ രീതിയിൽ, പാർട്ടിയിലെ സമുന്നത നേതാക്കളൊക്കെ കൃത്യമായി ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവധാനത കാണിച്ചു എന്നൊക്കെ അവർക്ക് സ്വയം തോന്നുന്നുണ്ടായിരിക്കും. ഇന്ന് അദ്ദേഹത്തെ ആര് രൂക്ഷമായി സംസാരിച്ചു എന്നാണ് പറഞ്ഞത്? ശ്രീ AK ആന്റണി മാധ്യമങ്ങളോട് ഇന്ന് അല്പം പരുഷമായിട്ടാണ് സംസാരിച്ചതെന്ന് ഞാനൊന്ന് പറയുകയായിരുന്നു. ഇന്ന് ഉമ്മൻചാണ്ടിയെ സന്ദർശിക്കാൻ എത്തിയപ്പോൾ ശ്രീ AK ആന്റണി മാധ്യമങ്ങളോട് നിങ്ങൾ കുറച്ചും കൂടെ മര്യാദ കാണിക്കൂ എന്നാണ് പറഞ്ഞത്. ഇതൊരു വിവാദ വിഷയമാക്കുന്നു എന്നുള്ള ഒരു പരിഭവം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സമ്മതിച്ചുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ ഈ വിഷയത്തിനകത്ത് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ഒരു കൺസേൺ എന്ന് പറയുന്നത് അതൊരു പാർട്ടിയുടെ മാത്രം കൺസേൺ അല്ല, ഒരു നാടിന്റെ കൺസേൺ ആണ്, അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുടെ എല്ലാവരുടെയും കൺസേൺ ആണ്. വ്യക്തിപരമായിട്ടുള്ള ഒരു വിഷയത്തിലേക്ക് അദ്ദേഹത്തെ വിട്ടുകൊടുക്കാതെ മറ്റ് ട്രീറ്റ്മെന്റുകൾ കൂടുതലായി നടക്കേണ്ടതല്ലേ എന്ന് സാധാരണക്കാർക്ക് തോന്നിപ്പോകാമല്ലോ. സിനിമാ മേഖലയിൽ നിന്ന് ചില നഷ്ടങ്ങൾ ഇതുപോലെ ഉണ്ടായ സമയങ്ങളിൽ അന്ന് ഒരുപാട് ചികിത്സാ മാർഗങ്ങളെക്കുറിച്ച് വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ ഉയർന്നതാണ്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അത് താങ്കളും വായിച്ചിട്ടുണ്ടാവും ആ സമയത്ത് എനിക്കറിയാം. അപ്പോൾ അതുപോലെ ഒരു പക്ഷേ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഇടപെടൽ ഇതിനകത്ത് നടത്തണം ഇപ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ കാണിച്ചത് ഒരു ചെറിയൊരു അവധാനതയാണ് എന്ന് അവർക്ക് തോന്നുന്നുണ്ടാകുമോ? അതേക്കുറിച്ച് എനിക്ക് സത്യം പറഞ്ഞാല് പറഞ്ഞ ഈ വിഷയത്തെ ഒരു പൊളിറ്റിക്കലായിട്ട് സമീപിക്കാൻ പറ്റില്ല. ആ തരത്തില് ഇപ്പൊ കോൺഗ്രസ് പാർട്ടി എന്ത് ചെയ്തു, വീട്ടുകാരെന്ത് ചെയ്തു, അത്തരമൊരു തർക്കത്തിനോ അത്തരമൊരു പോസ്റ്റ്മോർട്ടത്തിനോ പറ്റിയ ഒരു സമയമായിട്ട് ഞാൻ ഇതിനെ കണക്കാക്കുന്നില്ല. ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഉമ്മൻചാണ്ടി സാറിന്റെ കാര്യത്തില് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായത് തന്നെ അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. അതാണ് ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഇപ്പം പ്രേംകുമാർ പറഞ്ഞതുപോലെ ഈ വിഷയത്തില് അദ്ദേഹത്തിന്റെ ഫീലിങ്സിനെ നമ്മൾ മാനിക്കണം. അതേ അർത്ഥത്തിലായിരിക്കാം നിങ്ങൾ കുറച്ചുകൂടി സംയമനം പാലിക്കണമെന്ന് ആന്റണി സാർ പറഞ്ഞത്, AK ആന്റണി പറഞ്ഞത്. അത് ആവാനാണ് സാധ്യത. അപ്പം ഉമ്മൻചാണ്ടി സാറിന്റെ വ്യക്തിപരമായ ഫീലിങ്സിനെ മാനിക്കണം. അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ അംഗങ്ങളുടെ
വികാരത്തെ മാനിക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ പോലും ഇത്തരം ഒരു വിവാദത്തിന്റെ പശ്ചാത്തലം ശരിക്കും ഈ കുടുംബത്തിന്റെ ഉള്ളിലെ അംഗങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ചികിത്സയെ സംബന്ധിച്ച്, അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ സംബന്ധിച്ച് ഒരു ഐക്യമുണ്ടാക്കാൻ പറ്റിയില്ല. അവർക്ക് തന്നെ അവർക്കിടയിൽ ഒരു അനൈക്യം ഉണ്ടായി എന്നുള്ളതാണ് ശരിക്കും ഈ വിവാദത്തിലേക്ക് വന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു വിവാദം ഉണ്ടാവില്ല. ഇപ്പൊ കേരളത്തിൽ ഇങ്ങനെ ഒരു വിവാദം രാഷ്ട്രീയ നേതാക്കളുടെ ഇടയിൽ മുൻപുണ്ടായതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ ഓർമ്മയിൽ അങ്ങനെയൊന്നുമില്ല. അല്ലാതെ നമ്മളുടെ കുടുംബങ്ങളിലൊക്കെ ഇപ്പൊ 4 പേരുണ്ട്, 4 പേർക്ക് 16 അഭിപ്രായമൊക്കെ വരുന്ന സാഹചര്യങ്ങളുണ്ട്, ഇല്ലെന്നും ഞാൻ പറയും. പക്ഷേ അതിനെ ഇങ്ങനെ പുറത്തേക്ക് എന്തുകൊണ്ട് അത്തരത്തില് അവർക്ക് അവിടെ ഒരു ഉമ്മൻചാണ്ടി സാറിന്റെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് തന്നെ അവിടെ തീരേണ്ടിയിരുന്ന, അല്ലെങ്കിൽ അവിടെ വളരെ കൃത്യമായിട്ട് അവർക്കെല്ലാവർക്കും പരസ്പരം ബോധ്യപ്പെട്ടാൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. ഇത് ശരിയാണ് എന്നുള്ള ഒരു ബോധ്യം ആ കുടുംബത്തിനകത്ത് ഉള്ള ആൾക്കാർക്ക് തന്നെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാവില്ലായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇതില് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇങ്ങനെ ചർച്ച ചെയ്യാമോ അല്ലെ സർക്കാർ ഇടപെടാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഉമ്മൻചാണ്ടി സാറിനെ അങ്ങനെ കേവലം ഒരു വ്യക്തിയായോ ഒരു കുടുംബത്തിന്റെ സ്വത്തായോ മാത്രം നമുക്ക് കാണാൻ പറ്റില്ല. അദ്ദേഹം പൊതുസമൂഹത്തിൻ്റെതാണ്, എല്ലാ കാലത്തും പൊതുസമൂഹത്തിൻ്റെതായിരുന്നു. അപ്പൊ സ്വാഭാവികമായും പൊതുസമൂഹത്തിന് വലിയ ഉത്കണ്ഠകൾ ഇക്കാര്യത്തിൽ ഉണ്ടാകും. അപ്പോ ഇത്തരം നമ്മളിങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്യേണ്ട ഒരു ഗതികേടും അതിനകത്താണ് ഉണ്ടായി വരുന്നത്. പൊതുസമൂഹത്തിന്റെ ആ ഉത്കണ്ഠയിൽ നിന്നുമാണ്. അപ്പൊ സർക്കാർ ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ഇദ്ദേഹത്തിന്റെ ചികിത്സ മോണിറ്റർ ചെയ്യുമ്പോൾ എന്തായാലും മെഡിക്കൽ ബോർഡിൽ നിന്ന് ഇന്ന ചികിത്സ നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞൊന്നും ചെയ്യിക്കാൻ പോകുന്നില്ല. അദ്ദേഹത്തോടു കൂടി സംസാരിച്ചേ ചെയ്യുള്ളൂ നമുക്കറിയാം. അങ്ങനെ ഒരു തീരുമാനം സർക്കാർ എടുക്കുന്നു എന്ന് പറയുന്നത് വളരെ കൃത്യമായും അത് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള ഏറ്റവും നല്ല ഒരു ഇടപെടലായിട്ട് തന്നെ ഞാൻ കാണുന്നു. കാരണം അത് പൊതുസമൂഹത്തോടും ഉമ്മൻചാണ്ടി സാറിനോടും ഉള്ള സർക്കാരിന്റെ കരുതലിന്റെ ഭാഗമായിട്ട് നമുക്കതിനെ കാണാൻ പറ്റുള്ളൂ. അതല്ലാതെ അതൊരു മോശം കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലെ വാസ്തവികത, അതായത് ഏത് ചികിത്സയാണ് നല്ലത്, ഏത് ചികിത്സയാണ് മോശം, ഏതാണ് കൃത്യമായ ചികിത്സ, ഏതാണ് തെറ്റായ ചികിത്സ, അത്തരം ചർച്ചകളെക്കാളും കൂടുതലായിട്ട് ഇതിനകത്തുള്ള ഒരു പ്രധാന കാര്യം പൊതുസമൂഹത്തിന് ഉമ്മൻചാണ്ടി സാറിന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ ചികിത്സയില് ഇതിപ്പം അദ്ദേഹത്തിന്റെ തന്നെ തിരഞ്ഞെടുപ്പാണെങ്കിൽ പോലും ആ ചികിത്സ ശരിയായ രീതിയിലായില്ല, അല്ലെങ്കിൽ ആ തിരഞ്ഞെടുപ്പ് ശരിയായില്ല എന്ന് പൊതുസമൂഹത്തിന് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ ആ തിരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും പാളിച്ച പറ്റിയിട്ടുണ്ടോ, ഇതിനേക്കാൾ മെച്ചപ്പെട്ട ചികിത്സ മറ്റൊന്നായിരുന്നു എന്നുണ്ടോ, അതറിയാനുള്ള ഒരു അവകാശമുണ്ട്. കാരണം സമൂഹം ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തന്നെയല്ല, ഇതിലൂടെ തന്നെ ഇപ്പം നേരത്തെ ഒരു ഡോക്ടർ പറഞ്ഞതുപോലെ ഇതിലൂടെ തന്നെ ഇത്തരം വ്യത്യസ്ത ചികിത്സകളും വ്യത്യസ്ത നിലപാടുകളും ഒരു രോഗിയെ എങ്ങനെ ബാധിക്കും എന്നുള്ളതിന്റെ ഒരു പൊതുവായ ചർച്ചയ്ക്ക് കൂടി ഇത് വഴിവെക്കുമെന്ന് തന്നെയാണ്. തീർച്ചയായും അങ്ങനെ ഒരു പൊതുവായ ഒരു ചർച്ചയ്ക്ക് ഒരു വഴിവെക്കുകയും അങ്ങനെ ഒരു സന്ദേശം ഒരു രോഗവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു ചർച്ച മറ്റ് ഒരു രീതിയിലുള്ള ഒരു ഹർട്ട് ചെയ്യലോ അല്ലെങ്കിൽ വേദനിപ്പിക്കലോ ഇതിന്റെ ഉദ്ദേശമല്ല. പക്ഷേ ചില സന്ദേശങ്ങളുണ്ട്, അതൊരു വ്യക്തിയെ മാത്രം കേന്ദ്രീകൃതമായി നിൽക്കുന്നതല്ല എന്ന് കൂടി പറയുകയാണ്. ഞാൻ മറ്റ് പാനലിസ്റ്റുകളിൽ കൂടെ വരാം. വളരെ ചെറിയ ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റ് വീണ്ടും പാനലിസ്റ്റുകളിലേക്ക്. ശ്രീ ജേക്കബ് ജോർജ്, ഒരു ഹെൽത്ത് മെസ്സേജ് നൽകിക്കൊണ്ടുള്ള അങ്ങനെ ഒരു പരിപൂർണമായിട്ടുള്ള ഒരു മെഡിക്കൽ ചർച്ചയായിട്ട് ഇത് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്കത് കഴിയില്ല. കാരണം ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് രാഷ്ട്രീയ കേരളത്തിന്റെ അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടിയായതുകൊണ്ട് സംസ്ഥാന സർക്കാർ ത്വരിത വേഗത്തിൽ ഇടപെടുന്നു. അതാണ് സർക്കാരിന്റെ ഉത്തരവാദിത്തം, അതിൽ രാഷ്ട്രീയം കാണണ്ട. പക്ഷേ ഈ കോൺഗ്രസ് ഇടപെടലിൽ ഒരുപക്ഷെ അവധാനതയുണ്ടായോ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് ഈ ഇടപെടൽ എന്ത് സന്ദേശമാണ് നൽകുക? രാഷ്ട്രീയം രാഷ്ട്രീയ ചർച്ചയായിട്ട് മാറാം, അത് എങ്കിൽ പോലും ആ ലെവലിലേക്ക് പോകേണ്ടതില്ല എന്നാണ് എന്റെ അഭിപ്രായം. കാരണം കോൺഗ്രസിന്റേതായ നേതൃത്വത്തിന്, നേതാക്കൾക്ക് അവരുടേതായ ഡെലിക്കസി ഉണ്ടാവാം, അവരുടേതായ ന്യായങ്ങളും ന്യായവാദങ്ങളും കാണുമായിരിക്കും. കാരണം ഉമ്മൻചാണ്ടിയോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടിയുടെ കുടുംബവും കോൺഗ്രസുകാർക്കും കോൺഗ്രസ് നേതാക്കൾക്കും ഒക്കെ വളരെ പ്രിയപ്പെട്ടവരാണ്, വേണ്ടപ്പെട്ടവരാണ്, സംശയമൊന്നുമില്ല. ഉമ്മൻചാണ്ടിയുടെ മകൻ ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവാണ്. രാഹുൽ ഗാന്ധിയോടൊപ്പം
ഭാരത് ജോഡോ യാത്രയിൽ അവസാനം വരെ പങ്കെടുത്ത ആളും കൂടിയാണ്. പക്ഷേ രാഷ്ട്രീയത്തിനപ്പുറത്ത് നേരത്തെ ബഹുമാനപ്പെട്ട ബെറ്റിമോൾ മാത്യു പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടി കേരള സമൂഹത്തിന്റെ ഒരു സൃഷ്ടിയാണ്, കേരള സമൂഹത്തിന്റെ ഒരു സന്തതിയാണ്, കേരള സമൂഹത്തിന്റെ ഒരു പുത്രനാണ്. ആ നിലയ്ക്ക് അദ്ദേഹം അങ്ങേയറ്റത്തെ പരിഗണന അർഹിക്കുന്നുണ്ട്. ആ പരിഗണന അദ്ദേഹത്തിന് നിഷേധിക്കപ്പെട്ടോ എന്നുള്ളത് നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. അതിനകത്ത് കുറച്ച് ഒരിക്കലും അത് വ്യക്തിപരമായിട്ട് ആരെയും മുറിവേൽപ്പിക്കുന്നതാവരുത് എന്നും എനിക്ക് നിർബന്ധമുണ്ട്. ബഹുമാനപ്പെട്ട പ്രേംകുമാർ പറഞ്ഞതുപോലെ എന്റെ അഭിപ്രായം അത് തന്നെയാണ്. കാരണം മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുമ്പോഴും അവർ എല്ലാം പഠിച്ചിട്ട് അവരൊരു വിദഗ്ധ അഭിപ്രായം ഉണ്ടാക്കി മുന്നോട്ട് പോകുമ്പോഴും കുടുംബത്തെയും ഉമ്മൻചാണ്ടിയെയും വിശ്വാസത്തിൽ എടുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇത് തന്നെയാണ് ഇപ്പോഴും എന്റെ നിലപാട്. ബഹുമാനപ്പെട്ട പ്രേംകുമാർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ്, കാരണം വ്യക്തിക്ക് ഇഷ്ടമനുസരിച്ചുള്ള ചികിത്സ സ്വീകരിക്കാം എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടിരുന്നതിനെ തുടർന്ന് എന്നെ തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ ഡോക്ടർ ഫോൺ വിളിച്ചു. അദ്ദേഹത്തെ ഉമ്മൻചാണ്ടി ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അസ്വസ്ഥതയുടെയും അസുഖത്തിന്റെയും ആദ്യഘട്ടത്തിൽ ഉമ്മൻചാണ്ടി കണ്ടിരുന്നു. അപ്പോൾ ക്യാൻസർ ആണ് അദ്ദേഹത്തിന് എന്നുള്ളത് വ്യക്തമായിരുന്നു. ഇവിടെ ഡോക്ടർ ഉപദേശിച്ചു ക്യാൻസറിന് ക്യാൻസർ ചികിത്സയാണ് വേണ്ടത്. ഞാൻ ആ ഡോക്ടറുടെ പേര് പറയുന്നില്ല, അദ്ദേഹത്തിന്റെ പേര് പറയാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ചികിത്സ ക്യാൻസറിന്റെ ചികിത്സ തന്നെ വേണം, വേറെ ഒരു ചികിത്സയും വിലപ്പോവില്ല. പക്ഷേ ഉമ്മൻചാണ്ടി പറഞ്ഞത് എന്റെ കുടുംബത്തിൽ പ്രശ്നമുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്, അവരുടെ അഭിപ്രായം അനുസരിച്ച് എനിക്ക് പോകാൻ പറ്റുള്ളൂ. അതായത് ക്യാൻസർ ചികിത്സ എനിക്ക് ഇപ്പോൾ പറ്റില്ല എന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത്. അപ്പോൾ ബഹുമാനപ്പെട്ട പ്രേംകുമാർ, ഉമ്മൻചാണ്ടിയുടെ ഒരു തീരുമാനമായിരുന്നില്ല അത് എന്നാണ് ഞാൻ വേറെ വഴിക്കും നേരത്തെ തന്നെയും മനസ്സിലാക്കിയിരുന്നത്. ഉമ്മൻചാണ്ടിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനേ കഴിയുമായിരുന്നുള്ളൂ, വീട്ടിലെ ഒരു സമ്മർദ്ദം മൂലം. അത് കേരള സമൂഹം കാണേണ്ടതാണ്. ഒരു കേസ് ഹിസ്റ്ററി ആയിട്ട് തന്നെ കേരള സമൂഹത്തിന്റെ മുമ്പിൽ ഇത് വരേണ്ടതാണ്. കാരണം ഗുരുതരമായ ഒരു രോഗം വരുമ്പോൾ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രാർത്ഥനയും ഒന്നുമല്ല പ്രധാന ഘടകം. അതിനകത്ത് മെഡിക്കൽ രംഗത്ത് നമ്മൾ മാനവരാശി, സിദ്ധാർത്ഥ മുഖർജി എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ അറിയാമല്ലോ. ഏറ്റവും കൂടുതൽ അദ്ദേഹം വേറൊരു പുസ്തകം കൂടി എഴുതിയിരിക്കുന്നു ക്യാൻസറിനെ കുറിച്ച്, ദ ബയോഗ്രഫി ഓഫ് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞിട്ട് അതിമനോഹരമായ പുസ്തകം, ഗംഭീരമായ പുസ്തകമാണ് ക്യാൻസറിനെ കുറിച്ചുള്ള അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ജീനുകളെ കുറിച്ച് ഒക്കെ ശാസ്ത്രത്തിന്റെ മുന്നേറ്റങ്ങൾ കാണിക്കുന്നതാണ്. ഡോക്ടർമാർ അതിന്റെ അങ്ങ് അറ്റത്തെത്തിയിരിക്കുന്നു, ഈ ലോകത്തിലെ ഡോക്ടർമാർ, വിദഗ്ധർ. അതുകൊണ്ട് ആ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുക തന്നെ വേണം. അതിനകത്തൊരു ശാസ്ത്രീയ കാഴ്ചപ്പാടുണ്ടാവണം. പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കളുടെ കാര്യമാവുമ്പോൾ തീർച്ചയായിട്ടും, കാരണം നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ നമ്മുടെ കേരള സമൂഹത്തിന്റെ, നമ്മുടെ സമൂഹത്തിന്റെ ഭാവി ഭാഗധേയങ്ങൾ നിർണ്ണയിക്കുന്നവരാണ്. അവരെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. അവരുടെ ചെയ്തികളെ നമ്മൾ വിലയിരുത്തിക്കൊണ്ടിരിക്കും. തീർച്ചയായിട്ടും അതിലെന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ അതാണ് ഡോക്ടർ പ്രേംകുമാർ, ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞു നിർത്തുന്ന വളരെ സ്ട്രെയിറ്റ് ആയിട്ട് അദ്ദേഹം പറയുകയാണ്, ആ പറയുന്ന വിഷയങ്ങളെല്ലാം യാഥാർത്ഥ്യമെങ്കിൽ സ്വാഭാവികമാണ് അത് കേൾക്കുന്നവർക്ക് ഒട്ടും സുഖകരമായിട്ടുള്ള ഒരു വിഷയമല്ല. അങ്ങനെ ഒരു അഭ്യൂഹങ്ങൾ നിഷേധിക്കപ്പെടുകയാണ്, ചികിത്സ തനിക്ക് വേണ്ട എന്നല്ല, അദ്ദേഹത്തിന് ചികിത്സ നിഷേധിക്കപ്പെടുകയാണ് എന്നുള്ളൊരു അഭിപ്രായമാണല്ലോ അത് അദ്ദേഹത്തിന്റെ കുടുംബത്തിനകത്തുനിന്ന്. രണ്ടഭിപ്രായമുണ്ട് എന്നതിൽ തർക്കമില്ല. ഖേദകരമാണ് അങ്ങനെ ഉണ്ടാകുന്നതും, ഇങ്ങനെ ഒരു വിവാദവും അതിനെ തുടർന്ന് അങ്ങനെ ഒരു ചർച്ചയിലേക്കൊക്കെ നടക്കുന്നതെല്ലാം ഖേദകരം തന്നെ. പക്ഷേ ഇത് പൊതുസമൂഹത്തിന് അങ്ങനെ ഒരു അഭ്യൂഹമുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനുള്ള അവകാശമുണ്ട്. അതെന്താണ് സത്യാവസ്ഥ എന്ന് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്ക് അറിയാനുള്ള ഒരു വിഷയമുണ്ട്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അഭ്യൂഹങ്ങളുടെ ഒരു നിജസ്ഥിതി പുറത്തു കൊണ്ടുവരേണ്ട ഒരു ബാധ്യത പാർട്ടിക്കുണ്ട്. അങ്ങനെ അതാണ് ഞാൻ കരുതുന്നത്. ആ രീതിയിലാണ്. അങ്ങനെ ഒരു പോയിന്റ് ഇതിനകത്ത് വാലിഡ് ആയിട്ട് വരുന്നില്ല. അതിന്റെ ഇടയിലാണ് സംസ്ഥാന സർക്കാർ വളരെ പെട്ടെന്ന് ഈ വിഷയത്തിനകത്ത് ഇടപെടുകയും ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം കൂടിയാണല്ലോ എല്ലാ പാനലിസ്റ്റുകളും പറഞ്ഞു പോവുകയും ചെയ്യുന്നത്. അല്ല, തൊട്ടടുത്ത ബന്ധുക്കളിൽ നിന്ന് ഇങ്ങനെ ഒരു പരാതി വരുമ്പോൾ സംസ്ഥാന സർക്കാരിന് എത്രയും പെട്ടെന്ന് അതിൽ റെസ്പോണ്ട് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ ഇടപെടുന്നത് ഏത് പരിധി വരെ എവിടെ വരെ എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ പോലെ എത്തിക്കറി ഒക്കെ വളരെ സെൻസിറ്റീവായ കാര്യമാണ്.
ജേക്കബ് ജോർജ് സാർ പറഞ്ഞ കാര്യത്തിന്റെ ആദ്യഘട്ടം എനിക്കും അറിയാവുന്നതാണ്. അതായത് ക്യാൻസർ ആണെന്ന് മനസ്സിലാക്കുകയും ക്യാൻസറിന് ക്യാൻസർ ട്രീറ്റ്മെന്റ് തന്നെയാണ് വേണ്ടത് എന്ന് മോഡേൺ മെഡിസിനുള്ള അലോപ്പതിയിലുള്ള ഡോക്ടേഴ്സ് ഉമ്മൻചാണ്ടിയെ അഡ്വൈസ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നിട്ടും അത് വേണ്ടതില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ ആ തീരുമാനം ഞാൻ പറയുമ്പോഴും പറഞ്ഞു, ആ തീരുമാനം ആരുടെയെങ്കിലും സമ്മർദ്ദം മൂലമാണെങ്കിൽ മാത്രമാണ് നമുക്കോ പൊതുസമൂഹത്തിനോ അതിനകത്ത് ഇടപെടാൻ പറ്റുള്ളൂ. എന്റെ കുടുംബാംഗങ്ങളുടെ ഇഷ്ടം എന്നാണ് പറഞ്ഞതെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്. മറിച്ച് എന്റെ കുടുംബത്തിന്റെ എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി തന്നെയാണ് കുടുംബ നായകൻ. കേരളത്തിലെ കോൺഗ്രസിന്റെ അടക്കം കാര്യങ്ങൾ തീരുമാനിക്കുന്ന, അഖിലേന്ത്യാ തരത്തിലുള്ള കോൺഗ്രസിന്റെ അടക്കം കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനെതിരെ നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ മകനെന്നൊന്നും ഈ നിമിഷം വരെ എനിക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. ഏതെങ്കിലും തരത്തിലുള്ള ശാസ്ത്രീയമായ ചികിത്സാ രീതികളോട് വിയോജിപ്പുള്ള ആളാണ് അദ്ദേഹമെന്നോ അദ്ദേഹത്തിന്റെ മകളോ ഭാര്യയോ ഒന്നോ എനിക്ക് ഈ നിമിഷം വരെ വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്കാണ് ഈ അസുഖം വന്നത്, ഞാൻ നേരെ ലാരിങ്സ് റിമൂവ് ചെയ്യുന്ന സർജറിയിലേക്ക് പോകും, അത് വേറെ കാര്യം. പക്ഷെ വേറൊരാൾ അങ്ങനെ വേണ്ടതില്ല, ഞാൻ എന്റെ വിശ്വാസത്തിന്റെയും എന്റെ പച്ചമരുന്നുകളൊക്കെ അനുസരിച്ച് നോക്കട്ടെ എന്ന് ആ വ്യക്തി തീരുമാനിച്ചതാണെങ്കിൽ നമുക്ക് അതിനകത്ത് കയറിയിട്ട് ശാസ്ത്രീയ അവബോധത്തിന്റെ ഒരു കേസ് ആക്കിയിട്ട് ഈ സമയത്ത് 4 സ്റ്റേജിൽ എടുക്കുന്നത് ശരിയല്ല എന്ന് മാത്രമാണ് എന്റെ അഭിപ്രായം. പിന്നെ കുടുംബാംഗങ്ങൾ എന്ന് പറയുന്നതിനകത്ത് പ്രശ്നമുണ്ട്. നമ്മള് അതായത് ആ വീട്ടിനകത്തുള്ള അദ്ദേഹത്തിന്റെ ഭാര്യയും 2 മക്കളും ചേർന്നതിനെ കുടുംബാംഗങ്ങൾ എന്നുള്ളതിനെയും അദ്ദേഹത്തിന്റെ അനുജനെയൊക്കെ വേറെന്തോ ആളുകളായിട്ട് കാണുന്നത്. കുടുംബാംഗങ്ങളുടെ ഡെഫിനിഷനകത്ത് പോലും പ്രശ്നമുണ്ട്. ചികിത്സ എന്നുള്ളതിനുള്ള പ്രശ്നം പോലെ തന്നെ ഇനി ഇത്രയും കാലവും പാലിച്ചു കൊണ്ടുവന്നിട്ട് ഒരു വിശ്വാസം എന്നുള്ളത് ഉമ്മൻചാണ്ടിയെ കൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുപ്പിച്ചതാണെങ്കിൽ ഓഫ് കോഴ്സ് ഈ ക്യാമ്പയിനും ഈ ബോധവൽക്കരണ പരിപാടികളൊക്കെ നമുക്ക് ആവാം. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വിശ്വാസത്തിന്റെ വഴിയല്ല ഇത്തരം അസുഖങ്ങൾക്ക് ചികിത്സയുണ്ട് എന്നുള്ളത്. പക്ഷെ ഒരു കാര്യം കൂടെ മറന്നു പോകരുത്, മോഡേൺ മെഡിസിനിൽ പോലും അലോപ്പതിയിൽ പോലും ഇത്തരം സിറ്റുവേഷനിൽ എന്ത് ട്രീറ്റ്മെന്റ് എടുക്കണം എന്നുള്ളതിനെ പറ്റി വിരുദ്ധ അഭിപ്രായങ്ങളുണ്ട്, ഒന്നിലധികം ഫിലോസഫികളുണ്ട്. എനിക്കുള്ള ഒരൊറ്റ എക്സ്പീരിയൻസ് ഞാൻ പറയാം. എനിക്ക് അതായത് ഈ സംസാരിക്കുന്ന എന്റെ വലത് കൈയുടെ സ്കഫോയിഡിന് ഫ്രാക്ചർ വന്നിട്ടുണ്ടായിരുന്നു. 45 ദിവസം കഴിഞ്ഞിട്ടാണ് ഫ്രാക്ചർ ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. കോഴിക്കോട്ടെ 3 ഓർത്തോപെഡിക് സർജൻസിനെ കണ്ടു. ഒരാൾ പറഞ്ഞു ഓപ്പൺ സർജറി ചെയ്യണം എന്ന് പറഞ്ഞു. 3 പേരെ സുഹൃത്തുക്കളാണ്. രണ്ടാമത്തെ ആൾ കീ ഹോൾ സർജറി ചെയ്യാൻ പറഞ്ഞു. മൂന്നാമത്തെ സുഹൃത്ത് ഡോക്ടർ ഹാസിൽ പറഞ്ഞു ഇത് രണ്ടും ചെയ്യേണ്ട, 45 ദിവസം കൂടെ ബാക്കിയുണ്ട് ഹീലാവാൻ, നമുക്ക് ഇപ്പൊ തന്നെ ഇത് പ്ലാസ്റ്റർ ഇടാം, ഇമ്മൊബിലൈസ് ചെയ്യാം, 50% ചാൻസ് ഉണ്ട് ശരിയാവാൻ. ആ പ്രോസസ്സ് കഴിഞ്ഞിട്ട് സർജറി ഇല്ലാതെ ശരിയായിട്ട് 10 വർഷം കഴിയുന്നു. മെഡിക്കൽ സയൻസ് തന്നെയുള്ള 3 എക്സാമ്പിൾസ് ആണ്. ഇഷ്ടംപോലെ സർജറി സജസ്റ്റ് ചെയ്തിട്ടൊക്കെ. അപ്പം നമ്മൾ ഈ പറയുന്ന പോലെ അലോപ്പതിയിൽ ഇത്തരം ക്രിട്ടിക്കൽ ഡിസീസിന് എല്ലാത്തിനും ഒരു ഒറ്റ സൊല്യൂഷൻ അല്ല. കാരണം ടെർമിനൽ ഇൽനെസ് ആണെങ്കിൽ പെയിൻലെസ് ആയിട്ടുള്ള ഡേയ്സ് ആണ് പേഷ്യൻസിന് കൊടുക്കേണ്ടത് എന്നും വളരെ പ്രബലമായ ഒരു വാദമുണ്ട്. സർജിക്കൽ ഇന്റർവെൻഷൻസും നമ്മൾ ഈ പറയുന്ന പോലെ നവദ്വാരങ്ങളിലൂടെ പ്ലാസ്റ്റിക് കുഴലുകൾ പുറത്തേക്ക് വന്ന് കിടക്കുന്ന അവസ്ഥയല്ല വേണ്ടത് എന്ന്. എനിക്ക് ടെർമിനൽ ഇൽനെസ് വരികയാണെങ്കിൽ ഒരു കാരണവശാലും എന്നെ ICUവിൽ അഡ്മിറ്റ് ചെയ്യരുത് എന്ന് തന്റെ വിൽപത്രത്തിൽ എഴുതി വെച്ച എന്റെ ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു, കോഴിക്കോടുകാരൻ, വളരെ പ്രശസ്തമായ ഒരു കവി. അദ്ദേഹത്തിനെ അങ്ങനെ ഒരു അസുഖം വന്നിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്തതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ഭാര്യ കുഴപ്പമുണ്ടാക്കിയിട്ട് അവസാനം അവിടെ ഡിസ്ചാർജ് ചെയ്തിട്ട് സ്വച്ഛന്ത മൃത്യു നൽകിയ ഒരു സംഗതിയുണ്ട്. അത് എഴുതി വെച്ചിരിക്കുകയാണ്. എനിക്ക് അസുഖം വന്നാൽ ICUവിൽ കിടത്തരുത്, എന്താ പറയാ, നമ്മുടെ ഈ ലൈഫ് വെന്റിലേറ്ററിൽ കിടത്തരുത്, എനിക്ക് ടെർമിനൽ സ്റ്റേജ് ആണെങ്കിൽ ഓക്കെ, റൈറ്റ്. സമയ പരിമിതി കൊണ്ട് ഞാൻ ഇടപെടുന്നത്. ഏതായാലും ഇതൊരു പ്രൈം ഡിബേറ്റിൽ രാഷ്ട്രീയ കേരളം എങ്ങനെയാണ് ചിന്തിച്ചത്, ഇങ്ങനൊരു വിവാദം വരുമ്പോൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയായിരുന്നു. അതായിരുന്നു നമ്മൾ PD പോളിൽ ചോദിച്ചത്. ഇങ്ങനെ ഒരു ചികിത്സ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് 33%, അല്ല എന്ന് 46% പ്രേക്ഷകരുമാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ആരെയും വേദനിപ്പിക്കാത്ത രീതിയിലാകണം ഈ ചർച്ച എന്നുള്ളൊരു സൂക്ഷ്മതയോട് കൂടിയാണ് ചർച്ച മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് കരുതുന്നു. എന്നിരുന്നാൽ പോലും ചില ചർച്ചകളുടെ ആകത്തുക എന്തിന്റെങ്കിലും പരിഹാരമോ ആരുടെയെങ്കിലും ചോദ്യം ചോദിച്ചുകൊണ്ട് ഉത്തരം നിർബന്ധമായി കിട്ടേണ്ട ആയി മാറുന്നില്ല എന്ന് സമ്മതിച്ചുകൊണ്ടുകൂടിയാണ് ഇന്നത്തെ പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നത്. വളരെയധികം നന്ദി ശ്രീ ജേക്കബ് ജോർജ്, ഡോക്ടർ പ്രേംകുമാർ, ഡോക്ടർ ശങ്കർ മഹാദേവൻ, അതോടൊപ്പം തന്നെ ശ്രീമതി ബെറ്റിമോൾ മാത്യു പ്രൈം ഡിബേറ്റിന്റെ ഭാഗമായതിന്. പൂർണ്ണമാകുന്നു പ്രൈം ഡിബേറ്റ്. നമസ്കാരം.